ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇവിടെ ഡിഗ്രി ലെവലിലെ 2024 തുടങ്ങി 2021 വരെ പൊളിറ്റിയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും നമ്മളിവിടെ എടുക്കാൻ പോവുകയാണ്. ഓരോ എക്സാം വൈസും ഇയർ വൈസും നമ്മൾ എടുത്ത് അതിനെ ഡീറ്റെയിൽഡായിട്ട് ഓരോ ക്വസ്റ്റിൻ്റെയും സൊല്യൂഷൻസ് അടക്കം നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏതൊക്കെ രീതിയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റിനെ എലിമിനേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെയാണ് നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റുക, ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ എല്ലാ പൊളിറ്റിയുടെയും ഡിഗ്രി ലെവലിലെ ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. The idea of Constituent Assembly was put forward for the first time by Jawaharlal Nehru. Second statement: the total strength of the assembly was 389. Mahatma Gandhi was a member of Constituent Assembly. Which of the following given statement is or are correct? Only one, only two, one and two, all of the above. നമുക്ക് ഇതിൽ നിന്ന് അറിയേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തത്, മഹാത്മാഗാന്ധി ഒരു കാരണവശാലും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ എന്തായിരുന്നില്ല, ഒരു മെമ്പർ ആയിരുന്നില്ല. മഹാത്മാഗാന്ധി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിൽ ഒരു പാർട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററി കുറച്ചുകൂടി നന്നായിട്ട് അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത് ജവഹർലാൽ നെഹ്റു അല്ല, MN റോയാണ്. അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഐഡിയ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത്. അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ അസംബ്ലി 389 ആയിരുന്നു. പിന്നീട് പാർട്ടീഷന് ശേഷം അത് 299 ആയിട്ട് കുറഞ്ഞു. ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ 2 ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, ഓൺലി ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ: Article 26 provide freedom to manage religious affairs which is subject to which of the following? Public order, morality, health. 1 and 2, only 3, 1 and 3, all of the above. ആൻസർ all of the ആണ്. എന്താണ് ആർട്ടിക്കിൾ 26 നമ്മളോട് പറയുന്നത്? നിങ്ങൾക്ക് റിലീജിയസ് അഫയേഴ്സ് നടത്താനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് റിലീജിയസ് അഫയേഴ്സ് വേണമെങ്കിലും നടത്താം. പക്ഷെ എന്താണ് കണ്ടീഷൻ? ആർട്ടിക്കിൾ 26 ഒരു 3 ലിമിറ്റേഷൻ വെച്ചു. പബ്ലിക് ഓർഡറിനെ ഹനിക്കുന്ന രീതിയിലാവരുത് നിങ്ങളുടെ റിലീജിയസ് അഫെയർ, മൊറാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത് നിങ്ങളുടെ റിലീജിയസ് അഫെയർ, ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത് നിങ്ങളുടെ റിലീജിയസ് അഫെയർസ്. ഇത് 3 എന്താണ്? നിങ്ങളുടെ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇത് 3 കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 26ൻ്റെ അടിയിലെ കൃത്യമായിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റിലീജിയൻ, പക്ഷേ അത് അബ്സല്യൂട്ട് അല്ല. ഈ ലിമിറ്റേഷൻസ് അവിടെ കൃത്യമായിട്ടുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബോവ്. തേർഡ് വൺ: which of the following article or articles which has provided provision for the protection and improvement of the environment and the safeguard of forest and wildlife? ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റണം എന്നുണ്ടാവില്ല. 31A ഏതാണ്, 48A ഏതാണ്, 51A ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഇൻ്റലിജൻറ്റ് ഗെസ് നടത്താം. 51A എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണെന്ന് അറിയാം. 51A എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതിൻ്റെ സബ്സെക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റും. കാരണം ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എവിടെയോ എന്തുണ്ട്, നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 51A എടുക്കാനായിട്ട് പറ്റും. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ 48A എന്ന് പറയുന്നത് നമ്മുടെ DPSP ആണെന്നും അതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ 48Aയിലാണ് പറയുന്നത്. ഇനി 31A എന്താണ്? ലാൻഡ് റിഫോമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന ലോകളാണ്. അതെന്തല്ല, എൻവയോൺമെൻറ്റിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊരു പക്ഷേ നമുക്ക് ജസ്റ്റ് ഏതെല്ലാമാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അതിൻ്റെ ആർട്ടിക്കിൾസ് കൂടി അറിഞ്ഞിരിക്കണം. ഒരു പരിധി വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാനും ഇത് എടുക്കാനും പറ്റുമായിരിക്കാം. പക്ഷേ ബട്ട് സ്റ്റിൽ ഇവിടെ only 3 എന്നും only 2 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ എലിമിനേഷനിലൂടെ മാത്രം എത്താനായിട്ട് പറ്റില്ല. 48A എന്ന് പറയുന്നത് നിങ്ങൾക്ക് DPSPയുടെ അകത്ത് വരുന്ന രീതിയിലൊരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 and 3. ഇനി ഫോർത്ത് വൺ: what is or are the major changes made through the 106th constitutional amendment? അപ്പോൾ ഫസ്റ്റ് വൺ,
amendment articles 239AA, insertion of article 330A and 332A, separate reservation for OBC women. ഇതിൽ എന്താണ് ഫസ്റ്റ് ആർട്ടിക്കിൾ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആർട്ടിക്കിൾ അല്ല 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിട്ട് വരുന്നത്? 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്താണ്? വുമൺ റിസർവേഷൻ ആണ്. എവിടെല്ലാമാണ്? ലോകസഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും ഡൽഹിയിലെ അസംബ്ലിയിലും. ഇതാണ് എന്ത് 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. രാജ്യസഭയിൽ ഇല്ല, അല്ല എങ്കിൽ പഞ്ചായത്തിലെ കാര്യങ്ങളൊന്നും ഇതിലല്ല പറയുന്നത്, വേറെ അമെൻമെൻ്റ് ആണത്. 73rd 74th ആണ്. അപ്പോൾ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എവിടെയാണ്? സ്റ്റേറ്റ് അസംബ്ലിയിലും ലോകസഭയിലും ഡൽഹിയിലെ അസംബ്ലിയിലും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ OBC വുമണിന് സെപ്പറേറ്റ് റിസർവേഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻ അവിടെ ഇല്ല. അതറിയാമെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ചേഞ്ചസ് വരണം, പുതിയ ആർട്ടിക്കിൾസും ആഡ് ചെയ്യപ്പെടണം. 106th അമെൻമെൻറ്റ് എന്താണ് ചെയ്തത്? 239AA, 330A പ്ലസ് 332A പ്ലസ് 334A എന്ന് പറയുന്ന ആർട്ടിക്കിളും ആഡ് ചെയ്യേണ്ടായി. ഈ 3 ചേഞ്ചസ് ആണ് ഇതിൻ്റെ അകത്ത് നടന്നത്. ഇത് 2 പ്ലസ് 330. അങ്ങനെ ആൻസർ ഈസ് ഓപ്ഷൻ സി 1 and 2. കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം ആർട്ടിക്കിൾസ് നമുക്ക് അത്രയും ഏതാണെന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റണമെന്നില്ല. സെപ്പറേറ്റ് റിസർവേഷൻ ഫോർ OBC വുമൺ ഇല്ല എന്ന് മനസ്സിലാക്കുക, അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 5th question. Which among the following is or are correct regarding the functions of political party? പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നത് ഏതാണ്? ഇത് കുറച്ചും കൂടി ബോർഡർ അയച്ച് ചിന്തിച്ചാൽ മതി, നിങ്ങൾ അത്ര ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട. ഫസ്റ്റ് വൺ, ഫംഗ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഫംഗ്ഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി only 3, ഓപ്ഷൻ 3 1 and 3, ഓപ്ഷൻ ഡി all of the above. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫംഗ്ഷൻ അല്ല എന്ന് പറയാനായിട്ട് പറ്റുമോ? സോഷ്യലൈസ് ചെയ്യുന്നുണ്ടാവും, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, അവർ സൊസൈറ്റിയിൽ ഇൻ്റഗ്രേഷൻ നടത്തുന്നുണ്ട്, പൊളിറ്റിക്കൽ പവറിലേക്ക് ഡെഫിനറ്റ്ലി എക്സസൈസിങ് ഉണ്ട്. ഇത് എല്ലാം ഒരു ബോർഡർ സെൻസിൽ നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റും? പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫങ്ഷൻസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിനൊന്നിനെയും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫങ്ഷൻ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് എന്ത് കറക്റ്റായിട്ടുള്ള ആൻസർ. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഫങ്ഷൻസിൽ ഇത് വരും. ഇനി 6th one. Which of the following provisions of the Indian Constitution was given effect from November 26, 1949? Fundamental rights, directive principle, citizenship, emergency. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. November 26, 1949 ഏതെല്ലാം പ്രൊവിഷൻസ് ആയിരുന്നു? ആൻസർ സിറ്റിസൺഷിപ്പ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ആയാലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയാലും എമർജൻസി ആയാലും എന്താണ്? January 26, 1950 എന്ത് നമ്മൾ റിപ്പബ്ലിക്കായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ദിവസമാണ് എന്ത് ഈ പ്രൊവിഷൻസ് എഫക്റ്റിലേക്ക് വരുന്നത്. സിറ്റിസൺഷിപ്പ് എഫക്റ്റിലേക്ക് വരുന്നത് എന്നാണ്? November 26, 1949. എഗെയിൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന സിറ്റിസൺഷിപ്പ് അന്ന് എന്തിനെ കുറിച്ചായിരുന്നു? ആ സ്പെസിഫിക് ഡേറ്റിൽ ആരാണ് ഇന്ത്യൻ യൂണിയൻ്റെ മെമ്പർ, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യൻ സിറ്റിസൺ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന സിറ്റിസൺഷിപ്പ്. പിന്നീട് വന്നിരിക്കുന്ന സിറ്റിസൺഷിപ്പ് ആക്ടും അതിൽ അമെൻമെൻറ്റും ആണ്. November 26, 1949 എന്താണ് പറയുന്നത്? ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസം ആരെല്ലാമാണ് ഇന്ത്യൻ സിറ്റിസൺ, അല്ലെങ്കിൽ ആർക്കെല്ലാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാനായിട്ട് കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് അവൈലബിൾ ടു ഫോറിനേഴ്സ്? 14, 15, 16, 19. അപ്പം നമുക്ക് അറിയേണ്ടത് ഏതെല്ലാമാണ് സിറ്റിസൺസിന് മാത്രമുള്ളത്, ഏതെല്ലാമാണ് 2 പേർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ആർട്ടിക്കിൾ 15, 16, 19, 29 and 30 എന്താണ്? only to the citizens. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർക്ക് അവൈലബിൾ അല്ല? ഫോറിനേഴ്സിന് അവൈലബിൾ അല്ല. ബാക്കി എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫോറിനേഴ്സിനും സിറ്റിസൺസിനും അവൈലബിൾ ആണ്. സോ ആർട്ടിക്കിൾ 14 ആർക്കും അവൈലബിൾ ആണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ഫോറിനേഴ്സിനും സിറ്റിസൺസിനും അവൈലബിൾ ആണ്. 15, 16, 19, 29 and 30 ആർ അവൈലബിൾ only to the citizens of India. ഇനി 8th one. When was the second proclamation of emergency was made in India under Article 352? രണ്ടാമത്തെ എമർജൻസി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചതെന്ന്? ഫസ്റ്റ് വൺ 1962, 1971, 1972 and 1975.
എന്നാണ് 1971 അപ്പോൾ ഫസ്റ്റ് എമർജൻസിയോ 1962 സെക്കൻഡ് എമർജൻസി 71 തേർഡ് എമർജൻസി 1975 3 നാഷണൽ എമർജൻസികളാണ് നമുക്കുള്ളത്, 1962, 1971 ആൻഡ് 1975. ഇനി which among the following items are in the concurrent list of the 7th schedule? Post and telegraph, police, public health and sanitation, social security and social insurance. അപ്പോൾ എന്താണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? യൂണിയനും സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം. കുറച്ച് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ഉണ്ട്, നമുക്കിപ്പോൾ ജനറൽ ആയിട്ട് എടുക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം. യൂണിയൻ ലിസ്റ്റ് എന്താണ്? യൂണിയൻ ഗവൺമെന്റിന് മാത്രം. കൺകറന്റ് ലിസ്റ്റ് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പം പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്താണ്? ഒരു യൂണിയൻ ലിസ്റ്റാണ്. പോലീസോ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനോ ഒരു സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇതാണ് എന്ത് ഇവിടെ വരുന്ന കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനും യൂണിയൻ ഗവൺമെന്റിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന എവിടെയാണ്? സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the constitutional amendment restored authority of the state to recognize the socially and educationally backward classes? ഏതാണ്? ഡയറക്റ്റ് ആണ്. 106, 101, 105, 100. ഏതാണ്? ആൻസർ സി ആണ്. 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. 106th എന്താണ്? നമ്മളിപ്പോൾ കണ്ടു, വുമൺ റിസർവേഷൻ അല്ലേ? വുമൺ റിസർവേഷൻ. 101 എന്താണ്? GST ആണ് വരുന്നത്. 105th ആണ് എന്ത് കൊണ്ടുവന്നത്? സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി സ്റ്റേറ്റിന് കൊടുക്കുന്നത്. അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിന് കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഒരു നടത്തിയപ്പോൾ അത് സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. പിന്നീട് ആ പവർ റീസ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അത്തരത്തിലുള്ളൊരു പവർ ഉണ്ടായിരുന്നു, അത് സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇനി ദ ഒഫീഷ്യൽ കാലിഗ്രാഫർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ, ഓപ്ഷൻ ബി രാമപ്രസാദ്, ഓപ്ഷൻ സി NV ഗാഡ്ഗിൽ, ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ്. നമ്മളെപ്പോഴും PSCയിൽ പഠിക്കുന്നതാണ്. പ്രേം ബിഹാരി നരേൻ ആണ് എന്ത് നമ്മുടെ ഒഫീഷ്യൽ കാലിഗ്രാഫർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ, ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേനാണ് ഒഫീഷ്യൽ കാലിഗ്രാഫർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി which state in India offered 50% of reservation for women in local bodies for the first time? നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ കേരള കുത്താം. ഓപ്ഷൻ എ ബീഹാർ, ബി കേരള, സി കർണാടക, ഡി ഹിമാചൽ പ്രദേശ്. ഫസ്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബീഹാറിലാണ്. നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ പഠിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഫാക്റ്റാണ്. ആദ്യമായിട്ട് 50% വുമൺ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തത് ബീഹാറിലാണ്. പെട്ടെന്ന് നമുക്ക് ഒരു പക്ഷേ കേരളമാണെന്ന് തോന്നിയിട്ട് കേരളത്തിലേക്ക് കുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ല, ഓപ്ഷൻ എ ബീഹാറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. ഈസ് റിലേറ്റഡ് ടു 356, 360, 362, 352. അപ്പോൾ എന്താണ്? ആർട്ടിക്കിൾ 356 ആണ്. എന്താണ് 352? എന്താണ്? നാഷണൽ എമർജൻസി. 356 എന്താണ്? സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ. 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി. ആർട്ടിക്കിൾ 356 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു സ്റ്റേറ്റിൽ ഒരു പ്രസിഡൻസ് റൂള് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങൾ എന്താണ്. ഇതിനെ ചോദ്യം ചെയ്തിട്ടാണ് എന്ത് SR ബൊമ്മൈ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും സുപ്രീം കോടതി അതിലൊരു വിധി പുറപ്പെടുവിക്കുന്നത്. എപ്പോഴാണ്? അപ്രോപ്രിയേറ്റ് കേസ്. ഒരു സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ പ്രഖ്യാപിക്കാനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് എപ്പോഴെല്ലാമാണ്. അതിൽ ഗവർണറിൻ്റെ റോൾ എന്താണ്, ഏതാണ് പ്രോപ്പർ യൂസേജ്, ഏതാണ് ഇംപ്രോപ്പർ യൂസേജ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ഇംപ്രോപ്പർ യൂസേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് ഡിസ്കസ് ചെയ്ത് ഏത് കേസാണ്? SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഇനി അടുത്തത്, ദ ഒഫീഷ്യൽ ലീഗൽ അഡ്വൈസർ ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഗവർണർ, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഹൈക്കോടതി. പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവരുത് അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലും. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ ആരാണ്? അറ്റോർണി ജനറൽ. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ ആരാണ്?
അഡ്വക്കേറ്റ് ജനറൽ. ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആരാണ്? അറ്റോർണി ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഡസ് നോട്ട് കണ്ടെയ്ൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ വുമൺ? ഇതും എഗെയിൻ ആർട്ടിക്കിൾസ് അറിഞ്ഞാലാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഉത്തരം മാത്രം അറിയാമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51E, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 39D, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 42. ഇതിൽ ഉത്തരം അറിയാമെങ്കിൽ എഴുതാമെന്ന് പറഞ്ഞത് എലിമിനേഷൻ അത്രത്തോളം വർക്ക് ചെയ്യണം എന്നില്ല. കാരണം എല്ലാ ആർട്ടിക്കിൾസും ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ DPSP കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് DPSPs എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ 40 എന്താണ്? നമ്മുടെ വില്ലേജ് പഞ്ചായത്തിനെ കുറിച്ചാണ്. അതറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹിറ്റാണ്, ഇല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 40 പറയുന്നത്? വില്ലേജ് പഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യുന്നതിന്, ഒരു 3 ടയർ സിസ്റ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് എന്താ ആർട്ടിക്കിൾ 40. അവിടെ വുമൺ റിലേറ്റഡ് പ്രൊവിഷൻ അല്ല, അവിടെ ഡീസെൻട്രലൈസേഷൻ ആണ്. പവറിൻ്റെ ഡീസെൻട്രലൈസേഷനെ കുറിച്ചാണ് എന്ത് ആർട്ടിക്കിൾ 40 പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട്സ് ബിലോങ് ടു ദ സ്റ്റേറ്റ് ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ ഏതാണ്? എഗെയിൻ ഓപ്ഷൻ എ എംപ്ലോയ്മെൻറ്റ്, ഓപ്ഷൻ ബി ടാക്സസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഓപ്ഷൻ സി വുമൺ വർക്കേഴ്സ് യൂണിയൻ, ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ, ഓപ്ഷൻ ഡി പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ലിസ്റ്റുകളുടെ 2 or 3 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. 16 ചോദ്യമേ ആകെ ആയിട്ടുള്ളൂ. അതിൽ തന്നെ 2 or 3 ചോദ്യങ്ങൾ ലിസ്റ്റിനെ കുറിച്ച് വന്നു. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലായി? ലിസ്റ്റുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ PYQs നോക്കണം എന്ന് പറയുന്നത്. ഏരിയകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അത് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് നേടാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് ടാക്സസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അതെന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രം നിയമം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു ഏരിയ ആണ് എന്ത്? ടാക്സസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ബാക്കി എല്ലാം എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇതെല്ലാം കൺകറൻറ്റ് ലിസ്റ്റ്. എംപ്ലോയ്മെൻ്റ് ആയാലും വർക്കേഴ്സ് യൂണിയൻ ആയാലും പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി ആയാലും എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇതെന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പം 3 ലിസ്റ്റുകളും കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണുള്ളത്, യൂണിയൻ ലിസ്റ്റിൽ എന്താണുള്ളത്, കൺകറൻറ്റ് ലിസ്റ്റിൽ എന്താണുള്ളത്. ഓക്കെ അല്ലേ? ഇനി 17th ക്വസ്റ്റ്യൻ. What was the exact constitutional status of the India Republic on 26 January 1950? എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പറയപ്പെടുന്നത്? പ്രിയാമ്പിളിലാണ്. സോ ഓപ്ഷൻ എ എന്താണ്? എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എ സോവറിൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ആൻഡ് ഓപ്ഷൻ ഡി എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. എവിടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പറയുന്നത്? പ്രിയാമ്പിളിലാണ് പറയപ്പെടുന്നത്. പ്രിയാമ്പിളിൽ അമെൻമെൻറ്റിലൂടെ ചേർക്കപ്പെട്ട വേർഡ് ഏതാണ്? അതറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 3 വേർഡ്സാണ് പ്രിയാമ്പിളിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസിൽ പറയുന്നതിൽ 2 വേർഡാണ്. ഏതെല്ലാമാണ്? സോഷ്യലിസ്റ്റും സെക്യുലറും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുള്ള ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ പോരെ. സോഷ്യലിസ്റ്റ് ഉണ്ട്, അപ്പോൾ ഈ ഓപ്ഷൻ കളയാം. ഇവിടെ സെക്യുലർ ഉണ്ട്, ഈ ഓപ്ഷൻ കളയാം. ഇനി സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു എന്ത്? 1950 നമ്മുടെ സ്റ്റാറ്റസ്. 26 ജാനുവരി 1950 എന്തായിരുന്നു? സോവറിൻ ആയിരുന്നു, ഡെമോക്രാറ്റിക് ആയിരുന്നു, റിപ്പബ്ലിക് ആയിരുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. ദ പവർ ഓഫ് ദ ജുഡീഷ്യൽ റിവ്യൂ ലൈസ് വിത്തിൻ ദ പ്രസിഡന്റ്, ദ പീപ്പിൾ, ദ ഹൈക്കോർട്ട് ആൻഡ് ദ സുപ്രീം കോർട്ട്, ദ പാർലമെന്റ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? അപ്പോൾ പാർലമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പാസ്സാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നിയമമോ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറോ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണോ എന്ന് ചെക്ക് ചെയ്യാം. അത്തരത്തിൽ എതിരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് പറ്റും. ഈ പവർ ആർക്കാണുള്ളത്? ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും. ആർട്ടിക്കിൾ 32 and 226 അടിയിൽ എന്ത് പവർ ഉണ്ട്? പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദ ടേം ജുഡീഷ്യൽ റിവ്യൂ ഹാസ് നോവർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങുമില്ല. പക്ഷേ ആർട്ടിക്കിൾ 32-ൻ്റെയും 226-ൻ്റെ അടിയിൽ നമ്മുടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ ഉണ്ട്. ഓക്കെ അല്ലേ? 19th ക്വസ്റ്റ്യൻ. Which of the following statement is or are related to the 42nd Constitutional Amendment? ഏതെല്ലാമാണെന്നാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1 only, 1 and 3, 2 and 3, 1, 2 and 3. എന്താണ് നമ്മൾ 42nd അമെൻമെൻറ്റിന് എന്താണ് പറയുക? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക.
42nd അമെൻമെന്റ് ഈസ് നോൺ ആസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ ഏരിയാസിൽ ലാർജർ ആയിട്ടുള്ള അമെൻമെന്റ്സ് നടത്തി. ഇനി സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇന്റഗ്രിറ്റി, ഇതെന്താണ്? നമ്മുടെ പ്രിയാമ്പിളിൽ വരുത്തിയ 3 ചേഞ്ചസ് ആണ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തു, സെക്കുലർ എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തു, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വേർഡും നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തു. തേർഡ് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 51A ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടത് ഏത് അമെൻമെന്റ് വഴിയാണ്? 42nd അമെൻമെന്റ് വഴിയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, 2 and 3. മൂന്നും എന്താണ്? 42nd അമെൻമെന്റിനെ കുറിച്ച് പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ കുറിച്ച് പറയുന്ന ടേമുകളാണ് മൂന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following act as the watchdog of public finance? First one, Estimate Committee. Second one, Public Accounts Committee. Third one, Controller and Auditor General of India. Fourth one, Committee on Subordinate Legislation. എന്താണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ സി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പബ്ലിക് ഫിനാൻസിലെ ചെലവുകളെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. ചെലവുകൾ കറക്റ്റായിട്ടാണോ നടത്തുന്നത്, ഏതെങ്കിലും പൈസ ഇല്ലീഗലായിട്ടോ നിയമവിരുദ്ധമായിട്ടോ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഡ്യൂട്ടിയാണ്. എന്ത്? നമ്മുടെ പബ്ലിക് ഫിനാൻസിൻ്റെ വാച്ച് ഡോഗ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. സോ ഓപ്ഷൻ സി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ. Which of the following said that the preamble is the horoscope of our sovereign democratic republic constitution? Option A, K. Munshi. Option B, Jawaharlal Nehru. Option C, Ernest Barker. Option D, B.R. Ambedkar. ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണത്. ഓപ്ഷൻ എ, കെ മുൻഷിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ദ പ്രിയാമ്പിൾ ഈസ് ദ ഹൊറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് കെ എം മുൻഷി അദ്ദേഹമാണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 22nd question. Education, which was initially a state subject, was transferred to the concurrent list by the 45th Amendment, 42nd Amendment, 9th Amendment and 41st Amendment. എന്താണ് നമ്മൾ 42nd Amendment പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്? 5 സബ്ജക്റ്റുകളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ നിന്ന് മാറ്റിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 42nd Amendment വഴിയാണ്. എഡ്യൂക്കേഷൻ, ഫോറസ്ട്രി, വെയ്റ്റ്സ് എന്നീ പറയുന്ന കാര്യങ്ങളെ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 42nd Amendment. നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ അമെൻമെൻറ്റ് വഴിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ 42nd Amendment വഴിയാണ് ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് നടത്തിയത്. Now the 23rd question. Which act provide for the reservation of seat for women, scheduled caste and scheduled tribe in the municipalities? 71st, 72nd, 73rd and 74th. ഇവിടെ ചാടി കയറി 73rd എന്ന് കുത്തരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുനിസിപ്പാലിറ്റികളെയാണ്. 73rd എന്തിനെ കുറിച്ചിട്ടാണ്? പഞ്ചായത്തുകളെ കുറിച്ചിട്ടാണ്. 74th ആണ് എന്തിനെ കുറിച്ചിട്ട്? മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ട്. സോ 73rd ആണെങ്കിൽ അത് പഞ്ചായത്തും 74th ആണെങ്കിൽ എന്താണ്? മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ്? വുമണ്ണും ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും എന്തുണ്ട്? റിസർവേഷൻ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വുമണ്ണ് 1/3 ആണ്, ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും 1/3 അല്ല. അവരുടെ പോപ്പുലേഷൻ്റെ റെസ്പെക്റ്റീവായിട്ട്, അത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ 1/3 എന്ന് വായിച്ചു പോകും. അല്ല, പോപ്പുലേഷൻ റെസ്പെക്റ്റീവായിട്ടാണ് ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും. വുമൺ ആണെങ്കിൽ 1/3 റിസർവേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 24th question. Which one of the functionaries pledged to uphold the sovereignty and integrity of India during their affirmation or oath? Option A, President. B, Vice President. C, Governor and D, Chief Minister. ഒരു പക്ഷെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഷെഡ്യൂൾ 3 അവിടെയാണ് ഓത്ത് ആൻഡ് അഫർമേഷനെ കുറിച്ച് പറയുന്നത്. അതിൽ ആരുടെയെല്ലാം പേരുണ്ടെന്ന് നോക്കിയാൽ മതി. അവിടെ ഉള്ളത് ചീഫ് മിനിസ്റ്ററാണ്. പ്രസിഡൻറ്റോ ഗവർണറോ വൈസ് പ്രസിഡൻറ്റോ അവിടെ ഇല്ല. അവിടെ ഉള്ളതാരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്ററാണ് എന്ത് ചെയ്യുക? സോവറിറ്റിയും ഇൻറ്റഗ്രിറ്റിയും അപ്ഹോൾഡ് ചെയ്തോളാമെന്ന് ഓത്ത് ആൻഡ് അഫർമേഷനിൽ ഓത്തെടുക്കുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ഷെഡ്യൂൾഡ് 3 അടങ്ങിയിരിക്കുന്ന ആളുകളാണ് എന്ത് ഇത്തരത്തിൽ ഓത്ത് ആൻഡ് അഫർമേഷൻ എടുക്കുക. ക്ലിയർ ആണല്ലോ? നൗ 25th question. Which of the following pairs are
കറക്റ്റ്ലി മാച്ച്ഡ്. എ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. സി സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ഡി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു? JB കൃപലാനി. ഇതെങ്ങനെയാണ് വരേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ആരാണ്? JB കൃപലാനിയാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന ആരാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മിറ്റികൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ആ കമ്മിറ്റികളുടെ ഹെഡായിട്ട് ആരാണ്? ജവഹർലാൽ നെഹ്റു ഇതിലും അല്ലാതെ മറ്റ് കമ്മിറ്റികളുടെയും ഹെഡായിട്ട് ഇരുന്നുണ്ട്. വല്ലഭായ് പട്ടേലും വേറെ കമ്മിറ്റികളുടെ ഹെഡായിട്ട് ഇരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. ഫണ്ടമെന്റൽ സബ് കമ്മിറ്റി JB കൃപലാനി, പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി is Jawaharlal Nehru. Now the next question. Read the following statement. Fundamental rights and directive principles of the state policy are different with respect to fundamental rights are affirmative in nature but directive principles are prohibitive. Second one, unlike fundamental rights, people cannot take legal action if the government fails to implement the directive principles. Third statement, fundamental rights aim to safeguard weaker and more vulnerable sections of the society, whereas directive principles of the state policy focus on protecting the broader interest of the individual. Which of the following statement is correct? 1, 2, 3, none. എന്താണ് ഇതിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകാനായിട്ട് പറ്റും. എന്താണ്? അൺലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, പീപ്പിൾ കനോട്ട് ടേക്ക് ലീഗൽ ആക്ഷൻ ഇഫ് ദ ഗവൺമെന്റ് ഫെയിൽസ് ടു ഇംപ്ലിമെന്റ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? എന്തല്ല, ലീഗലി എൻഫോഴ്സിബിൾ അല്ല. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ലീഗലി എൻഫോഴ്സിബിൾ ആണ്. ഇതല്ലേ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അൺലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, people cannot take legal action if the government fails to implement the directive principle. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലീഗലി എൻഫോഴ്സിബിൾ ആണ്, TPSPs ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഇതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് നോക്കുമ്പോഴോ ഓപ്ഷൻ ബി 2 only, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആർ ഡിഫറെന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഫർമേറ്റീവ് ബട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ പ്രൊഹിബിറ്റീവ്. ഇത് നേരെ തിരിച്ചല്ലേ വരേണ്ടത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊഹിബിറ്റീവ് വേറാസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ അഫർമേറ്റീവ്. എഗെയിൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എയിം ടു സേഫ് ഗാർഡ് വീക്കർ ആൻഡ് വൾണറബിൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, അത് ശരിയാണ്. വേറാസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് ബോർഡർ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അങ്ങനെയല്ലല്ലോ. എഗെയിൻ ഇതും ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലേ? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ കുറച്ചും കൂടി ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും, DPSPs അല്ലേ കുറച്ചുകൂടി വൾണറബിൾ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. നമ്മുടെ NCERTയിലുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഇത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും എന്താ ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും DPSPനെ അവർ സ്വിച്ച് ചെയ്തിരിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഇൻ ഇന്ത്യ introduce the provision for establishing tribunals within Indian Constitution? 44th, 42nd, 24th, 17th. നമുക്കറിയാം ട്രൈബ്യൂണൽസ് എവിടെയാണ്? 323A and B. 42nd അമെൻമെൻറ്റ് വഴിയാണ് എന്ത് ഇന്ത്യയിൽ ട്രൈബ്യൂണൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യപ്പെടുന്നത് എന്ത് വഴിയാണ്? 42nd അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ഇനി അടുത്തത് 28th question. National Commission for Minority is a statutory body under the Ministry of Minority Affairs. The members of the commission are nominated by the central government and their selection is not restricted to minority community. Union government constituted National Commission for Minorities. New Delhi and state government constituted State Minority Commission in their respective state. Which of the following statement is or are not correct? ഏതെങ്കിലും തെറ്റായിട്ടുണ്ടോ? ആക്ച്വലി ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചോദ്യമാണ് വരേണ്ടത്. കാരണം ഓൺലി വൺ, ഓൺലി ടു, ബോത്ത് വൺ ആൻഡ് ടു, നൈദർ വൺ ഓർ ടു എന്ന് വരുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മതി. പക്ഷേ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിട്ടുണ്ടോ? ഫസ്റ്റ് വൺ എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമം വഴി സ്ഥാപിതമാണ് എന്ത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി. അത് ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ്?
മിനിസ്ട്രി ഫോർ മൈനോറിറ്റി അഫയേഴ്സിൻ്റെ അടിയിലാണ്. ഇത് കറക്റ്റാണ്. കമ്മീഷൻ്റെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ദ സെലക്ഷൻ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഇതൊരു പക്ഷേ കൺഫ്യൂസ് ചെയ്തിരിക്കാം. അത്തരത്തിൽ ഒരു കണ്ടീഷനും ഇല്ല. അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമേ മൈനോറിറ്റി കമ്മീഷനിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇല്ല. അങ്ങനെ സെലക്ഷന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അത് ശരിയാണ്. ആൻഡ് തേർഡ് വൺ എന്താണ്? കറക്റ്റാണ്. യൂണിയൻ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ന്യൂഡൽഹി. കറക്റ്റാണ്. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷനെ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ക്യാപിറ്റലുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓപ്ഷൻ എന്താണ്? നൈദർ 1 or 2. ഇവിടെ ഒരു ഓർ 3 എന്ന് വന്നാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് വന്നാലും ഈ ആൻസർ സെയിം ആണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണെങ്കിൽ പോലും 3 ശരിയാണ്, ഒന്നും ഇൻകറക്റ്റ് ആയിട്ടില്ല. എപ്പോഴും നോട്ട് കറക്റ്റ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, consider the following statement in respect to financial emergency under Article 360 of the Constitution. The Constitution prescribes a maximum period of 3 years for revoking the financial emergency. There is no need for the approval of the Parliament for the revocation of the proclamation. Financial emergency has never been imposed until present. How many of the statement is or are again not correct? ഇതിലേതാണ് തെറ്റല്ലാത്തത്? നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് വൺ എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് എ മാക്സിമം പീരീഡ് ഓഫ് 3 years ഫോർ റിവോക്കിംഗ് ദ ഫിനാൻഷ്യൽ എമർജൻസി. ഇതെന്താണ്? തെറ്റാണ്. കാരണം എന്താ? ഫിനാൻഷ്യൽ എമർജൻസിക്ക് ഒരു മാക്സിമം പീരീഡ് ഇല്ല. എത്ര നാൾ വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ദർ ഇസ് നോ ഓർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എനി മാക്സിമം പീരീഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദർ ഇസ് നോ നീഡ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ പാർലമെന്റ് ഫോർ ദ റിവോക്കേഷൻ ഓഫ് പ്രൊക്ലമേഷൻ. കറക്റ്റാണ്. നാഷണൽ എമർജൻസിയുടെ കേസിൽ പാർലമെന്റിന് വേണമെങ്കിൽ റിവോക്കേഷനിൽ ഇടപെടാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ എന്താണ്? അത്തരത്തിൽ പാർലമെന്റിന്റെ ഒരു അപ്രൂവലും വേണ്ട. പ്രസിഡന്റിന് എപ്പോഴാണോ അത് തിരിച്ചെടുക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ അത് പ്രസിഡന്റിന് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. നാഷണൽ എമർജൻസിയിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ പാർലമെന്റിന് ഇടപെട്ടിട്ട് നാഷണൽ എമർജൻസി നിർത്തിക്കാനായിട്ട് പറ്റും. എഗെയിൻ അവിടെ വേണമെങ്കിൽ പ്രസിഡന്റിന് റിവോക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഇവിടെയും എന്താണ്? ദർ ഈസ് നോ നീഡ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ പാർലമെന്റ് ഫോർ ദ റിവോക്കേഷൻ ഓഫ് ദ പ്രൊക്ലമേഷൻ. തേർഡ് വൺ എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി ഹാസ് നെവർ ബീൻ ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ് അണ്ടിൽ ദ പ്രസന്റ്. കറക്റ്റാണ്. ഇതുവരെ എന്ത് വന്നിട്ടില്ല? ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ വന്നിട്ടില്ല. സോ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ only 1 ആണ് എന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത്, ആർട്ടിക്കിൾ 17 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിലേറ്റഡ് ടു. Option A, abolition of untouchability and prohibition of its own practice. Option B, equality of opportunity in the matters of public employment, protection in respect of conviction of offences, right to elementary education. Article 17 എന്താണ്? Untouchability. Equality in matters of public employment എന്താണ്? Article 15. Conviction of offence എന്താണ്? Article 20. Elementary education എന്താണ്? 21A. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 17 കൃത്യമായിട്ട് പറയുന്നത്? Abolition of untouchability and prohibition of its practice in any form. ഏത് രീതിയിലുള്ള അൺടച്ചബിലിറ്റി ആണെങ്കിലും അതിനെ ഇല്ലാതാക്കാം. എവിടെയാണ്? ആർട്ടിക്കിൾ 17 അടിയിലാണ്. Now, the next question. Which of the following statement is or are correct about the preamble of the Constitution? First one, the 42nd Amendment of the Constitution added 4 new words. Socialist, secular, democratic and integrity were added. Preamble is based on the objective resolution moved by Jawaharlal Nehru in the Constituent Assembly. Supreme Court held that the preamble can be amended by the Parliament without destroying the basic structure. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്? Only 1, only 2 and 3, only 2, all 1, 2 and 3 are correct. എന്താണ്? ഫസ്റ്റ് വൺ എടുക്കാം. 4 new words ആണോ? അല്ല, 3 new words ആണ്. എന്താണ്? സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് എന്ന് പറയുന്നതില്ല, ആൻഡ് ഇന്റഗ്രിറ്റി. ഇതാണ് എന്ത് 42nd അമെൻമെന്റ് വഴി ആഡ് ചെയ്യപ്പെട്ടത്. സെക്കൻഡ് വൺ എന്താണ്? കറക്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ജവഹർലാൽ നെഹ്റു മൂവ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ പ്രിയാമ്പിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ എന്താണ്? പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. പ്രൊവൈഡഡ് ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ. സുപ്രീം കോടതി ഏത് കേസിലാണ് പറഞ്ഞത്? കേശവാനന്ദി ഭാരതി കേസ്. കേശവാനന്ദി ഭാരതി കേസിലാണ് എന്ത് പറഞ്ഞത്?
പാർലമെന്റിന് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്, പ്രൊവൈഡഡ് അത്തരത്തിലുള്ള ഒരു അമെൻമെന്റ് ഒരു കാരണവശാലും ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ് വൺ ഈസ് റോങ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. സോ ഓപ്ഷൻ ബി 2 and 3. 32ാമത്തെ ചോദ്യം നോക്കാം. Which of the following statement is or are correct about the Election Commission of India? First one, the Election Commission of India hold the office for a term of 6 years or until they attain the age of 62 years, whichever is earlier. The election to Panchayat and municipalities are conducted by the state election commissions. The chief election commissioner and other election commissioners enjoy equal power and draw equal salary. Which of the following statement is or are correct? Only 1 and 2, only 2 and 3, only 2, all 1, 2 and 3 are correct. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം. 6 years or 62 years ആണോ അല്ല. സെൻട്രൽ ലെവലിലുള്ള ഓൾമോസ്റ്റ് എല്ലാം എങ്ങനെയാണ്, ഇപ്പോൾ സെൻട്രൽ ലെവൽ ഇലക്ഷൻ കമ്മീഷൻ ആയാലും സെൻട്രൽ ലെവലിലുള്ള പോക്കി പൊസിഷൻസ് ആയാലും എങ്ങനെയാണ് 65 years ആണ്. എന്തല്ല 62 years അല്ല. സെക്കൻഡ് വൺ എന്താണ്, ദ എലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആർ കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ്. അത് ഒരു പക്ഷേ കൺഫ്യൂസ് ചെയ്തേക്കാം, കറക്റ്റാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് എന്ത്, പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. ഒരു കൺഫ്യൂഷനായിട്ട് വരാൻ സാധ്യത, അപ്പോൾ സ്റ്റേറ്റ് അസംബ്ലി MLA-മാരുടെ ഇലക്ഷൻ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്തല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല. അത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ MLA-മാരുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്ത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി, അതെന്താണ്, കറക്റ്റാണ്. തേർഡ് വൺ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എൻജോയ് ഈക്വൽ പവർ ആൻഡ് ഡ്രോ ഈക്വൽ സാലറി. ഇതെന്താണ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. എല്ലാ ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഇൻക്ലൂഡിങ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്താണ്, ഈക്വൽ പവറാണ്, ഈക്വൽ സാലറിയാണ്. അപ്പോൾ ഒരു ഡിസിഷനിൽ വേരിയേഷൻ വന്നാലോ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ഡിസിഷൻ എടുത്തു, ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഒരു ഡിസിഷൻ എടുത്തു. എങ്ങനെയാണ്, ഏത് ഡിസിഷനാണ് ആളുകൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അതായത് അവിടെ 3 പേരുണ്ടെങ്കിൽ 2 പേര് ആരെയാണ് സപ്പോർട്ട് ചെയ്യുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡിസിഷന് ഒരു പ്രത്യേകതയും ഇല്ല, അവിടെ ആരാണോ മെജോറിറ്റി ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന അവരാണ്. സോ ഓപ്ഷൻ 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ഓൺലി 2 and 3. 33 എന്താണ്, പിക്ക് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG can only be removed by the Prime Minister of India on the ground as same as that of the manner as a judge of the Supreme Court of India. CAG hold the office for a period of 6 years or 65 years, whichever is earlier. Third one, CAG audits and report all the expenditure of the contingency fund and public accounts of the union and the state. CAG audits and report the receipts and expenditure of the government company. ഈ CMD ഒക്കെ കുറച്ച് ടെക്നിക്കൽ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ഫങ്ഷൻസും ഓർത്തിരിക്കണമെന്നില്ല, പക്ഷേ ഒറ്റ കാര്യം ഓർത്തിരുത്തിയാൽ മതി. റിമൂവൽ ആരാണ്, പ്രൈം മിനിസ്റ്റർ അല്ലല്ലോ. പ്രൈം മിനിസ്റ്റർ അല്ലല്ലോ റിമൂവൽസ് നടത്തുന്നത്, പ്രത്യേകിച്ച് ഇത്രയും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൻ്റെ. അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. അതും എങ്ങനെ, സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം പ്രൊസീജിയറിലൂടെ മാത്രമേ ആരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, CAGനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്താണ്, അത് ഇൻകറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത് ഇൻകറക്റ്റ് അല്ലേ. ഇവിടെ പ്രൈം മിനിസ്റ്റർ അല്ല, ഇവിടെ പ്രസിഡന്റ് ആണ് വരുന്നത്. 6 years or 65 കറക്റ്റ് ആണ്. എല്ലാ ഫണ്ടുകളുടെയും ഓഡിറ്റിംഗ് നടത്തുന്നത് CAG ആണ്. വേണമെങ്കിൽ ഗവൺമെന്റ് കമ്പനികളുടെയും ഓഡിറ്റ് നടത്തുന്ന ആരാണ്, CAG ആണ് അതിൻ്റെ ഓഡിറ്റ്സ് നടത്തുന്നത്. 34. Which of the following statement is or are correct about the State Human Rights Commission? State Human Rights Commission. The commission cannot inquire into an act of human rights violation after the expiry of 1 year of occurrence of that act. Second one, through the appointment of governor, the chairperson and the members of the commission can only be removed by the President of India. Third one, the commission does not have power to punish the violation of the human right. Which of the following statements are correct? Only 1 and 2, only 2 and 3. Option D, all of the above. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ദ കമ്മീഷൻ cannot inquire into an act of human right violation after the expiry of 1 year of occurrence. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇൻകറക്റ്റ് ആണെന്ന് തോന്നും. അങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ ലിമിറ്റേഷൻ വരും. യെസ്, ഇത് കറക്റ്റാണ്. അത്തരത്തിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ഇത്തരത്തിലുള്ള എല്ലാ കമ്മീഷൻസിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഗവർണർ ആണെങ്കിലും അതിൻ്റെ റിമൂവലിൻ്റെ പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആൻഡ് ദ തേർഡ് വൺ, ദ കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു പണിഷ് വയലേറ്റേഴ്സ്
ഓഫ് ഹ്യൂമൻ റൈറ്റ്. അതും കറക്റ്റാണ്. കാരണം എന്താ, ഇതിന് വളരെ ക്വാസി ജുഡീഷ്യൽ പവറുകൾ മാത്രമേ ഉള്ളൂ. ആ വയലേഷന് അവരെ ശിക്ഷിക്കാനായിട്ടുള്ള പവർ ആർക്കില്ല? നമ്മുടെ കമ്മീഷനില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ 1, 2 and 3. ഇതൊരു ഇച്ചിരി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ചോദ്യമാണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കറക്റ്റ് ആണെന്നുള്ളത്. ബാക്കി രണ്ടും കുറച്ച് ഫാക്ച്വലാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഡിഫറൻസുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിട്ടുകൾ. Which of the following writ is considered to be protection against illegal and arbitrary detention of person? Mandamus, habeas corpus, quo warranto, prohibition. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടണം എന്താണ് ഹേബിയസ് കോർപ്പസ്, എന്താണ് ബ്രിങ് ദ ബോഡി. മാൻഡമസ് എന്താണ് ജോബ് ചെയ്യാതിരിക്കുമ്പോൾ. quo warranto എന്താണ് ബൈ വാട്ട് അതോറിറ്റി. പ്രൊഹിബിഷൻ എന്താണ് ടു ഫോർബിഡ്. ഈ 5 റിട്ടുകളും സെർഷ്യറി ഇൻക്ലൂഡിങ് എല്ലാം അതിൻ്റെ ആപ്ലിക്കേഷൻസും കൃത്യമായിട്ട് നോക്കണം. മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഹേബിയസ് കോർപ്പസ് ബ്രിങ് ദ ബോഡി, മാൻഡമസ് ഡു യുവർ ജോബ്, quo warranto ബൈ വാട്ട് അതോറിറ്റി, പ്രൊഹിബിഷൻ ടു ഫോർബിഡ്, സെർഷ്യറി ടു സർട്ടിഫൈ. ഇത് 5ഉം ഏത് കേസിലാണ് ആപ്ലിക്കബിൾ, എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ത്, UPSC മൾട്ടിപ്പിൾ ടൈംസ് എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ള. 36. Which article of the Indian Constitution deals with the power of the Parliament to legislate with respect to a matter in the state list in national interest? Article 251, 262, Article 249, Article 271. Again, ഇതൊരു പക്ഷേ ആർട്ടിക്കിൾ അറിയില്ല എങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 249 ആണ് അതിൻ്റെ ആൻസർ. എന്താണ്, വേണമെങ്കിൽ പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൽ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് പറ്റും. എപ്പോഴാണ് അത് പറ്റുക? നാഷണൽ ഇൻട്രസ്റ്റിലാണെങ്കിൽ. എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? രാജ്യസഭ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുന്ന മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും അതിനുശേഷം പാർലമെൻറ്റിന് അതിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? രാജ്യസഭ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതിനുശേഷം പാർലമെൻറ്റിന് അത് രജിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ 249 അകത്താണ് അത് കൃത്യമായിട്ട് പറയുന്നത്. സോ ആർട്ടിക്കിൾ 249 അകത്താണ് എന്ത് പറയുന്നത്? പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. ഇനി 37. Which of the following state government recently filed a suit in the Supreme Court under Article 131 against the National Investigation Agency Act 2008, claiming that police and public order are state list subject and the states have ultimate authority to make laws relating to it? Option A Maharashtra, B Bihar, C Karnataka and D Chhattisgarh. കറണ്ട് അഫയേഴ്സ് ആണ്. ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ് അതിൻ്റെ ആൻസർ. എന്തായിരുന്നു ഇവിടുത്തെ ചോദ്യം അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ്? പോലീസും പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്യേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. പക്ഷേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ടിൽ അതിൻ്റെ കോൺട്രഡിക്ഷൻസ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നതായിരുന്നു അവിടുത്തെ ചോദ്യം. സോ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ് അത്തരത്തിൽ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 38. Which of the following facts are not true with regard to the Election Commission of India? അപ്പോൾ എന്താണ് നോട്ട് ട്രൂ ആണ്? The commission delimits the boundary of assembly and Lok Sabha constituency. President and Vice President of India's elections are conducted by the Election Commission. Article 321 of the Constitution speaks about the Election Commission of India to conduct and supervise elections in India. Which of the following statements are not true ആണ്? ഫസ്റ്റ് വൺ എന്താ? ദ കമ്മീഷൻ ഡീലിമിറ്റ്സ് ആണോ? അല്ല. എലക്ഷൻ കമ്മീഷൻ അല്ല. അതിനെന്തുണ്ട്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുക? ഡീലിമിറ്റേഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിർത്തികൾ മാറ്റുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചേഞ്ചസ് വരുത്തുന്നത്, ഇതെല്ലാം ആരുടെ പവറാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. എന്തല്ല? എലക്ഷൻ കമ്മീഷൻ അല്ല. ഇനി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന എലക്ഷൻ കമ്മീഷനാണോ? അതെ. ആരുടെയെല്ലാം? പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും MP-മാരുടെയും MLA-മാരുടെയും എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? എലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ എലക്ഷൻ ആരാണ്? സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷനാണ്. അപ്പം സെക്കൻഡ് വൺ കറക്റ്റാണ്, ഫസ്റ്റ് വൺ തെറ്റാണ്. ഇപ്പം തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഓർമ്മയുണ്ടാവില്ല. ഫസ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി പറ്റും. ഫസ്റ്റ് തെറ്റാണ്, സെക്കൻഡ് കറക്റ്റാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ തേർഡ് വൺ, ആർട്ടിക്കിൾ 321 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പീക്ക് അബൌട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? അല്ല. 321 എന്താണ്? UPSC ആണ്. 324 ആണ് എന്ത്? എലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സോ ഏതാണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി 1 and 3 only.
സോ ഓപ്ഷൻ സി 1 and 3 ഓൺലി. ഇനി 39. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് were granted classical language status in India? നമ്മൾ പഠിക്കുന്നതാണ്. തമിഴ്, മലയാളം, ഒഡിയ, കർണാടക. എന്താണ് ഉത്തരം? ഓൾ ഓഫ് ദ എബവ് ആണ്. 2024 ഒക്ടോബർ 2 മുമ്പ് ഉണ്ടായിരുന്നത് 6 ലാംഗ്വേജസ് ആണ്. മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഒഡിയ ആൻഡ് സാൻസ്ക്രിറ്റ്. പക്ഷേ 2024 കുറച്ചധികം ലാംഗ്വേജസ് കൂടി ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസിൽ ആഡ് ചെയ്യപ്പെട്ടു. മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി ഇതുകൂടി എന്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു? ക്ലാസിക്കൽ ലാംഗ്വേജസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. സോ ഇപ്പോൾ ഇത് മാത്രമല്ല ഉള്ളത്, 6 എണ്ണമല്ല, പുതിയ ലിസ്റ്റ് അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ ബുക്ക് നോക്കി റെഫർ ചെയ്ത് അത് പഠിക്കുക. ഇനി 40th one. Who authored the book The Constitutional Name of India from the Earliest to Present? Option A, Ashwanir W. Gajpai. Option B, Kanch Ilahi. Option C, B. Shivarao. Option D, Mahendra P. Singh. ഫാക്ച്വൽ ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ, അശ്വനീർ ഡബ്ല്യു ഗജ്പായി. അദ്ദേഹം ഒരു ഓതറാണ്, പൊളിറ്റിക്കൽ ഓതറാണ്. അദ്ദേഹമാണ് ഈ ബുക്ക് ഓതർ ചെയ്തിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിം ഓഫ് ഇന്ത്യ ഫ്രം ദ ഏർലിയസ്റ്റ് ടു ദ പ്രസന്റ്. 41. The fast track courts in India were established based on the recommendations of 11th Finance Commission, recommendations of the President of India, the recommendation of the Collegium of the Supreme Court. ആൻസർ എ ആണ്. 11th ഫിനാൻസ് കമ്മീഷൻ ആണ് എന്ത് ചെയ്തത്? ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഐറണിയായിട്ട് തോന്നാം. കാരണം ഫിനാൻസ് കമ്മീഷൻ അതല്ലല്ലോ, അവർ സെൻട്രൽ സ്റ്റേറ്റിൽ ഫണ്ടുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലോ പറയാം. ആണ്, പക്ഷേ ഇത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നതാണ്. നമ്മൾ 11th ഫിനാൻസ് കമ്മീഷനെ പഠിക്കുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു പോയിൻ്റാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളുടെ കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻ നടത്തിയത് 11th ഫിനാൻസ് കമ്മീഷനാണെന്നുള്ളത്. Now, next one. In the Constituent Assembly debate, I hold that these village republics have been the ruination of India. Who made this comment? K. Munshi, Sardar K. M. Padikar, Dr. B.R. Ambedkar. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല എങ്കിൽ ഇത് പറയുന്ന ആളുകളുടെ ഐഡിയോളജിയെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരത്തിലേക്ക് എത്താം. ഗാന്ധി, അംബേദ്കർ തമ്മിലുള്ള ഡിഫറൻസുകളിൽ ഒന്നായിരുന്നു ഇത്. ഗാന്ധി എപ്പോഴും വില്ലേജുകളെ റിപ്പബ്ലിക്കായിട്ട് കാണുകയും എന്നാൽ അംബേദ്കർ ആ വില്ലേജുകളെ എതിർക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ റൂയിനേഷൻ എന്ന് പറയുന്ന വേർഡ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ B.R. അംബേദ്കറിലേക്ക് എത്താനായിട്ട് പറ്റും. അംബേദ്കർ അത്തരത്തിലുള്ള വില്ലേജ് റിപ്പബ്ലിക്സിന് എതിരായിട്ടിരുന്ന ഒരാളാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, B.R. അംബേദ്കർ. 43rd. The legal advisor of the state government is known as പവർ ഓഫ് അറ്റോർണി, അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ. ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസറാ. യൂണിയൻ ഗവൺമെന്റിന്റെ ആയിരുന്നെങ്കിൽ ആരാണ്? അറ്റോർണി ജനറൽ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അറ്റോർണി ജനറൽ അല്ല, അഡ്വക്കേറ്റ് ജനറൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, only 2. 44ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് കമ്മിറ്റി ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നമ്മൾ പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസും പഠിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണിത്. ഒരുപാട് തവണ കമ്മിറ്റികളുടെ ക്രോണോളജിക്കൽ ഓർഡർ ആയാലും അതിൻ്റെ റെക്കമെൻഡേഷൻസ് ആയാലും PSC ചോദിച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റിയുടെ പേര് തന്നിട്ട് താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് അല്ലാത്തത്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട്, അതോടൊപ്പം തന്നെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കമ്മിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ബൽവന്ത് റായ് മേത്ത, സെക്കൻഡ് LM സിംഗ്വി, തേർഡ് അശോക് മേത്ത. ഇതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് 1 2 3, 3 2 1, 3 1 2 and 1 3 2. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്രോണോളജിക്കൽ പൊസിഷൻ ഫസ്റ്റ് വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്, പിന്നീട് അശോക് മേത്ത കമ്മിറ്റിയാണ്, പിന്നീടാണ് LM സിംഗ്വി കമ്മിറ്റി വരുന്നത്. അപ്പോൾ വരേണ്ട ഓപ്ഷൻ എങ്ങനെയാണ്? 1 3 2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത, അത് കഴിഞ്ഞിട്ടാണ് LM സിംഗ്വി. ഓരോ കമ്മിറ്റി എടുക്കുക, അതിൻ്റെ റെക്കമെൻഡേഷൻസ് ക്ലിയർ ആയിട്ട് നോക്കുക. 3 ടയർ ആണോ അവർ പറഞ്ഞത്, 2 ടയർ ആണോ പറഞ്ഞത്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാർട്ടിസിപ്പേഷൻ വേണമെന്നാണോ പറഞ്ഞത്, വേണ്ട എന്നാണോ പറഞ്ഞത്, റിസർവേഷനെ കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം.
ഒരു പക്ഷേ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇയർ കൃത്യമായിട്ട് ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബുക്കിൻ്റെ ഓർഡറിൽ ഏത് ഓർഡറിലാണ് നിങ്ങൾ പഠിച്ചത് എന്ന് ഓർത്ത് വെച്ചാലും മതി. എക്സാക്ട് ഇയർ എല്ലാ കമ്മിറ്റിയുടെയും ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. സോ ഇവിടെ വരുന്നത് 132 ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത, LN സിംഗ്വി. നൗ 45th question. ഇന്ദിരാഗാന്ധി അപ്പോയിൻറ്റഡ് സർക്കാരിയ കമ്മീഷൻ. ഹൂ വാസ് ഇറ്റ്സ് ചെയർമാൻ? അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് ആകെ അറിയാവുന്ന സർക്കാരിയ കമ്മീഷൻ്റെ ആ ഒരു സർക്കാരിയ എന്ന് പറയുന്ന സർനെയിം ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. 3 ഓപ്ഷൻസ് ആയിരുന്നു. രഞ്ജിത് സിംഗ് സർക്കാരിയ, ഗുണ സിംഗ് സർക്കാരിയ, നാനാവതി സിംഗ് സർക്കാരിയ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1 only, only 2, only 3, all of the above. ആൻസർ എ ആണ്, രഞ്ജിത് സിംഗ് സർക്കാരിയ. എന്തായിരുന്നു സർക്കാരിയ കമ്മീഷൻ? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസ് കറക്റ്റ് ആണോ? ഏതെങ്കിലും രീതിയിൽ അതിൽ ചേഞ്ചസ് കൊണ്ടുവരണോ? ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ എന്തെല്ലാം രീതിയിലാണെന്ന് പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടായിരുന്നു എന്ത് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവർണറിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഗവർണറിൻ്റെ സെലക്ഷൻ, അതിലെങ്ങനെയായിരിക്കണം സെൻട്രൽ ഗവൺമെൻറ് ഇടപെടേണ്ടത് അല്ലെങ്കിൽ ഇടപെടാതിരിക്കേണ്ടത്, ഏതെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, ഇതെല്ലാം സർക്കാരിയ കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ സർക്കാരിയ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നത് രഞ്ജിത് സിംഗ് സർക്കാരിയ. 46th question. The Protection of Children from Sexual Offences Act 2012 came into existence based on Option A, Article 14, Article 21A, Article 15 subclause 3. ഏതൊക്കെയാണ്? only 1, only 2, only 3, all of the above. ഏതാണ്? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഈക്വാളിറ്റി ആണ്. 21A എഡ്യൂക്കേഷനാണ്. ഇവിടെ 2 സ്ഥലത്തും എന്തില്ല? ചിൽഡ്രൻ റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഇല്ല. ഇവിടെയാണ് എൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻസിൻ്റെ കാര്യം പറയുന്നത്. സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാക്കാം. അത് ആർട്ടിക്കിൾ 14ൻ്റെ വയലേഷൻ അല്ല, അല്ലെങ്കിൽ ഈക്വാലിറ്റിയുടെ വയലേഷൻ അല്ല എന്ന് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 15 subclause 3. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി, only 3 ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. Now 47. Which of the following statements are correct according to Article 326? First statement എന്താണ്? Basic principle of universal adult franchise, election to the House of People on the basis of adult suffrage, election to the Legislative Assembly on the basis of adult suffrage. Only 1, only 2, only 1 and 2, all of the above. Article 326 എന്താ പറയുന്നത്? ഇന്ത്യയിൽ 18 വയസ്സിൽ കൂടുതലുള്ള എല്ലാവർക്കും എന്തുണ്ട്? കൃത്യമായിട്ടുള്ള വോട്ടവകാശമുണ്ട്. അതാണ് എന്ത്? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എല്ലാവർക്കും എന്തുണ്ട്? കൃത്യമായ വോട്ടവകാശമുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എലക്ഷൻ ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ, ലോകസഭ, ഈസ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് സഫറേജ്. കറക്റ്റ് അല്ലേ? 18 വയസ്സിൽ കൂടുതലുള്ള എല്ലാവർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്? ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്കുള്ള എലക്ഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അഡൽട്ട് സഫറേജിനെ ബേസ് ചെയ്തിട്ടാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എലക്ഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് സഫറേജ്. കറക്റ്റാണ്. നമ്മൾ MLA വോട്ട് ചെയ്യുന്നത്, അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? അഡൽട്ട് സഫറേജിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതും എന്താണ്? കറക്റ്റാണ്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 3 സ്റ്റേറ്റ്മെൻറ്റും ആർട്ടിക്കിൾ 326ൻ്റെ ഐഡിയ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ് 1, 2 and 3 ആർ കറക്റ്റ്. നെക്സ്റ്റ് വൺ, 48. Fundamental rights have a reasonable restriction permitted on the freedom of speech and expression in the interest of sovereignty and integrity of India. Mentioned in Article 21 subclause 2, Article 19 subclause 2, Article 18 subclause 1. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആവാം. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് only to Article 19 subclause 2 ആണ്. എന്താണ്? നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. ഈ ആർട്ടിക്കിൾസ് എല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19ലാണ്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമല്ലോ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19ലാണ്. അപ്പോൾ അതിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷൻ എവിടെ തന്നെ ആയിരിക്കണം പറയണ്ടേ? ആർട്ടിക്കിൾ 19 തന്നെയാണല്ലോ. 12 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷറി സ്റ്റൈലിലാണ്, അവിടെ വരില്ല എന്തായാലും. 18 എന്ന് പറയുന്നത് വേറെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 19ലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നതെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസും ഓട്ടോമാറ്റിക്കലി എവിടെ ആയിരിക്കണം വരേണ്ടത്? ആർട്ടിക്കിൾ 19ൻ്റെ അടിയിൽ തന്നെ ആയിരിക്കണം. സോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ
ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷനാണ് എന്ത് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് അവിടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. സോ ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 എന്താണ്, only 2 or 2 ഒള്ളിയാണ് എന്ത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതിൻ്റെ പേരിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. 49. The judgment in L. Chandrakumar case of 1997 established tribunals are not substitute for the Supreme Court and High Court, but their functions are supplementary. Tribunals' decisions are subject to scrutiny before a division bench of the High Court. Is established the validity of Article 323A and 323B. നിങ്ങൾക്ക് ആ കേസ് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാവും. പക്ഷെ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഈ കേസ് അറിയില്ല, എന്തിനെ കുറിച്ചാണ് ഈ കേസ് എന്ന് അറിയില്ല, തൽക്കാലം അതങ്ങോട്ട് വിടാം. നിങ്ങൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ട്രൈബ്യൂണലുകൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെടുത്തേ, ട്രൈബ്യൂണൽസ് ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ബട്ട് ഫങ്ഷൻസ് ആർ സപ്ലിമെൻ്ററി. നമുക്കിപ്പോൾ ഇത് അറിയില്ലെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ച്വലി കറക്റ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഫാക്ച്വലി തെറ്റായിട്ടൊന്നുമില്ലല്ലോ. സുപ്രീം കോർട്ടിനെ ഹൈക്കോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ല ട്രൈബ്യൂണലുകൾ, പക്ഷേ അതിൻ്റെ ഫങ്ഷൻസിനെ സപ്ലിമെൻ്ററി ചെയ്ത് നിർത്താനാണ്. കറക്റ്റാണ്. സെക്കൻഡ് വൺ എന്താ, ട്രൈബ്യൂണലുകളുടെ ഡിസിഷൻ ആർ സബ്ജക്ട് ടു സ്ക്രൂട്ടണി ബിഫോർ എ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദ ഹൈക്കോർട്ട്. എൽ ചന്ദ്രകുമാർ കേസിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ വന്നത്. അതായത് ട്രൈബ്യൂണലുകളിൽ വരുന്ന ഡിസിഷൻസ് ഒന്നും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തിട്ടായിരുന്നു എൽ ചന്ദ്രകുമാർ കേസ് വന്നത്. ആ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെ ഹൈക്കോടതികളെ ഇതിൽ നിന്ന് പുറത്ത് നിർത്താനായിട്ട് പറ്റില്ല, അവരുടെ ഡിവിഷൻ ബെഞ്ചിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വേണമെങ്കിൽ ആ ഡിസിഷൻസ് സ്ക്രൂട്ടിനി ചെയ്യാനായിട്ട് പറ്റുമെന്ന് കോടതി പറഞ്ഞു. അത്തരത്തിൽ എൽ ചന്ദ്രകുമാർ കേസിൽ എന്ത് പറഞ്ഞു, ട്രൈബ്യൂണലുകൾ എടുക്കുന്ന ഡിസിഷൻസ് വേണമെങ്കിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് അതിനെ വീണ്ടും സ്ക്രൂട്ടിനി ചെയ്യാനായിട്ട് പറ്റും. എൽ ചന്ദ്രകുമാർ കേസിലുണ്ടായിരുന്ന ജഡ്ജ്മെൻ്റാണ്. തേർഡ് വൺ, ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ വാലിഡിറ്റി ഓഫ് ആർട്ടിക്കിൾ 323A ആൻഡ് 323B. എന്താണ് 323A ആൻഡ് 323B? ട്രൈബ്യൂണലുകളെ കുറിച്ച് പറയുന്നതാണ്. എങ്ങനെയാണ് ട്രൈബ്യൂണലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്? 42nd അമെൻമെൻറ്റ് വഴിയാണ് ട്രൈബ്യൂണലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ 42nd അമെൻമെൻറ്റ് വഴി ആർട്ടിക്കിൾ 323Aയും 323Bയും വഴി എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു? ട്രൈബ്യൂണലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അത് എൽ ചന്ദ്രകുമാർ കേസിൽ വാലിഡേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബോവ് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നൗ 50th question. A prerogative writ of a superior court to call for the records of an inferior court or a body acting in judicial or quasi-judicial capacity. Habeas corpus, mandamus, certiorari, quo warranto. ഇതിലേതാണ്? only 1, only 2, only 3, all of the above. ഒരു സുപ്പീരിയർ കോർട്ട് ഇൻഫീരിയർ കോർട്ടിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ റെക്കോർഡ് ആവശ്യപ്പെടുക. ഏതാണ്? സെർഷററി, ടു ബി സർട്ടിഫൈഡ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? ബ്രിങ് ദ ബോഡി. മാൻഡമസ് എന്താണ്? ഡു യുവർ ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുക. കോവാറണ്ടോ എന്താണ്? ബൈ വാട്ട് അതോറിറ്റി. ഇവിടെ എന്താണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്? സെർഷററി. ഒരു സുപ്പീരിയർ കോർട്ട് ഇൻഫീരിയർ കോടതിയിലേക്ക് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ച് അല്ലെങ്കിൽ റെക്കോർഡ് ചോദിച്ച് യൂസ് ചെയ്യുന്ന പ്രൊറഗേറ്റീവ് റിറ്റ് ഏതാണ്? സെർഷററി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, only 3. ഇനി 51. Find out correct statement regarding Article 315 of the Indian Constitution. There shall be a Union Public Service Commission for the Union. 2 or more states may agree that there shall be one Public Service Commission for that group of states. A member of Public Service Commission shall hold the office for a term of 6 years. Only 1 and 2, only 2 and 3, only 1 and 3, all of the above. ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. There shall be a Union Public Service Commission for the Union. ആർട്ടിക്കിൾ എന്താണ്? 315 കൃത്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 അതിലധികം സ്റ്റേറ്റുകൾക്കോ ചേർന്നിട്ട് ഒരൊറ്റ പബ്ലിക് സർവീസ് കമ്മീഷനെ ആ സ്റ്റേറ്റിന് വേണ്ടി നിയമിക്കാനായിട്ട് സാധിക്കും. യെസ്, ദേ ക്യാൻ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 6 years. ഇതുവരെ കറക്റ്റാണ്, പക്ഷെ ഒരു ബ്ലാങ്കും കൂടിയുണ്ട്. ഓർ 65 years വിച്ച് എവർ ഈസ് ഏർലിയർ.
വിച്ച് എവർ ഈസ് ഏർലിയർ. എല്ലാവർക്കും 6 ഇയറിൻ്റെ ടേം ഉണ്ടോ? ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ? പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള എല്ലാവർക്കും 6 ഇയേഴ്സിൻ്റെ ടൈം ഉണ്ട്. അങ്ങനെയല്ല. 6 ഇയേഴ്സ് ഓർ 65 ഇയേഴ്സ് വിച്ച് എവർ ഇസ് ഏർലിയർ. ഒരുപക്ഷെ 6 ഇയർ കിട്ടണമെന്നില്ല. 65 വയസ്സാണ് ആദ്യം ആവണമെങ്കിൽ എന്താവും? 65 വയസ്സിൽ അവർ റിട്ടയർ ആവേണ്ടി വരും. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ എ 1 and 2 മാത്രമാണ് കറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹാഫിൽ വെച്ച് നിർത്തിയേക്കാണ്. പിന്നെയുണ്ട് ഓർ 65 ഇയേഴ്സ് വിച്ച് എവർ ഇസ് ഏർലിയർ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ഓൺലി 1 and 2. എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ദ 73rd Amendment Act added constitutional status to the Panchayat Raj institutions, 11th schedule to the constitution, and act added part 9 to the constitution. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? only 1 and 2, 2 and 3, 1 and 3, all of the above. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റ് അല്ലേ? 73rd Amendment എന്താണ്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് 74th ആയിട്ടാണ്. 74th എന്താണ് ചെയ്തത്? മുനിസിപ്പാലിറ്റികൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. ഇനി 73rd Amendment എന്ത് ചെയ്തു? 11th ഷെഡ്യൂൾ ആഡ് ചെയ്തു. എന്താണ്? കറക്റ്റാണ്. 74th Amendment എന്താ ചെയ്തത്? അപ്പോൾ 12th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു. ഇനി 73rd Amendment എന്ത് ചെയ്തു? പാർട്ട് 9 ആഡ് ചെയ്തു. കറക്റ്റാണ്. അപ്പോൾ 74th Amendment എന്ത് ചെയ്തത്? പാർട്ട് 9A കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു. സോ 73rd Amendment നോക്കുമ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ 73rd മാറ്റി 74th ആയിരുന്നെങ്കിൽ എന്താണ്? ഈ 3 സ്റ്റേറ്റ്മെൻറ്റും തെറ്റായേനെ. അപ്പോൾ ഏത് അമെൻമെൻറ്റ് ഏത് കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കണം. 73rd ആണ് പഞ്ചായത്തും 11th ഷെഡ്യൂളും പാർട്ട് 9ഉം. 74th ആണ് എന്ത്? മുനിസിപ്പാലിറ്റിയും 12th ഷെഡ്യൂളും പാർട്ട് 9യും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ്. 53rd Article 350B provides the President can appoint a special officer for linguistic minority. The Commissioner for Linguistic Minority send a report to the Rajya Sabha. The Commissioner for Linguistic Minority reports to the President on linguistic matters. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഓപ്ഷൻസ് എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ദ പ്രസിഡന്റ് ക്യാൻ അപ്പോയിൻറ്റ് എ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ എ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, ദ കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സെൻഡ് എ റിപ്പോർട്ട് ടു ദ രാജ്യസഭ. അങ്ങനെ ഏതെങ്കിലും കമ്മീഷൻ രാജ്യസഭയ്ക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. ഏത് കമ്മീഷനായാലും ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറ്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് പിന്നീട് അത് പാർലമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആർക്കാണ് കമ്മീഷണർ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? പ്രസിഡന്റിനാണ്. തേർഡ് വൺ എന്താണ്? ദ കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റിപ്പോർട്ട്സ് ടു ദ പ്രസിഡന്റ് ഓൺ ലിംഗ്വിസ്റ്റിക് മാറ്റർ. കറക്റ്റാണ്. അപ്പോയിന്റ് ചെയ്ത ആളുകൾക്കായിരിക്കും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻകറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1 and 3. ഇനി 54th question. In October 4, 2024, the Supreme Court finds that caste segregation exists in Indian jail, which violates Article 23 of the Indian Constitution. They are: first one, degrading labor; second one, oppressive practice violate the right against forced labor; option D, violation of Article 17. ഏതെല്ലാമാണ്? 1 and 2, 2 and 3, 1 and 3, all of the above. ക്വസ്റ്റ്യൻ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇന്ത്യൻ ജയിലുകളിൽ കാസ്റ്റ് സെഗ്രിഗേഷൻ ഉണ്ട്. ഇത് ഏതെല്ലാം താഴെ പറയുന്ന കാര്യങ്ങളെയാണ് വയലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് വൺ, ഡീഗ്രേഡിങ് ലേബർ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അല്ല എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ബോർഡർ ലെവലിൽ ചിന്തിക്കുക. ഡീഗ്രേഡിങ് ലേബർ, കാസ്റ്റ് ബേസ് ആയിട്ട് നിങ്ങളെ ജോലികൾക്ക് തരം തിരിക്കുകയാണെങ്കിൽ അത് ഡീഗ്രേഡിങ് ലേബർ അല്ലേ? നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണെങ്കിൽ അത് ലേബറിൻ്റെ വില കുറച്ച് കാണിക്കുകയല്ലേ? സോ ഇറ്റ് ഈസ് ഡീഗ്രേഡിങ് ലേബർ. സെക്കൻഡ് വൺ എന്താ? ഒപ്രസീവ് പ്രാക്ടീസസ് വയലേറ്റ് ദ റൈറ്റ് എഗെയിൻസ്റ്റ് ഫോഴ്സ് ലേബർ. കറക്റ്റാണ്. ഇപ്പം നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്, അതിനെതിരെ നിങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. അത് കാസ്റ്റിൻ്റെയും കൂടി പേരിലാണെങ്കിലോ നിങ്ങളുടെ റൈറ്റ് എഗെയിൻസ്റ്റ് ഫോഴ്സ് ലേബർ അവിടെ പോകാല്ലേ? സോ സെക്കൻഡ് വൺ കറക്റ്റ്. തേർഡ് വൺ എന്താ? ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. അതിൻ്റെ ക്ലിയർ കട്ട് വയലേഷൻ ആണല്ലോ കാസ്റ്റ് ബേസ്ഡ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്.
സോ മൂന്നും എന്തിൻ്റെ വയലേഷൻ ആണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ആർട്ടിക്കിൾ 23യുടെ എക്സ്റ്റൻഷനിൽ നമുക്ക് ഈ മൂന്നിനെയും കൃത്യമായിട്ട് കാസ്റ്റ് ബേസ്ഡ് സെഗ്രിഗേഷൻ വയലേഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. സോ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 55. The 104th Amendment of the Indian Constitution എന്താണ് extended the time limit of scheduled caste and scheduled tribe reservation in the parliament and the state legislature, reservation of the economically weaker section. It removed the reservation of Anglo-Indian community in the Lok Sabha and State Assembly. 104th Amendment എന്തിനെ കുറിച്ചിട്ടാണ്? EWS അല്ലല്ലോ. EWS വേറെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലേ. 104th Amendment എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ലോകസഭയിലെയും സ്റ്റേറ്റ് അസംബ്ലിയിലെയും റിസർവേഡ് ആയിട്ടുള്ള സീറ്റുകൾ റിമൂവ് ചെയ്യുകയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും റിസർവേഷൻ്റെ ടൈം ലിമിറ്റ് കൂട്ടുകയും. അപ്പോൾ 104th Amendment എന്തിനെ കുറിച്ചിട്ടാണ്? എക്സ്റ്റൻഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബും സെക്കൻഡ് വൺ എന്താണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷനെ നിർത്തലാക്കുന്നതിനെ കുറിച്ചിട്ട്. സോ എന്താണ് ഇവിടെ വരേണ്ടത്? 1 and 3 ആണ്. EWS എന്താണ്? 104th Amendment അല്ല. സോ 55ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. 56. Which of the following statement are correct in connection with the President of India? ഏതെല്ലാമാണ് താഴെ പറയുന്നതിൽ കറക്റ്റ് എന്നുള്ളതാണ്. The President submitted his resignation letter to the Speaker of Lok Sabha. The President submit his resignation letter to the Vice President of India. His removal from the office is to be accordance with the procedure prescribed in Article 61 of the Constitution. നിങ്ങൾക്ക് ഏതെല്ലാമാണ് കറക്റ്റ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഓപ്ഷൻസ് ഏതാണ്? 1 and 3, 2 and 3, 1 and 2, all of them. ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആർട്ടിക്കിൾ ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിലേക്ക് എത്താനായിട്ട് പറ്റും. പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുക? വൈസ് പ്രസിഡന്റാണ് സബ്മിറ്റ് ചെയ്യുക. ലോകസഭയുടെ സ്പീക്കറിനല്ല എന്ത് ചെയ്യുന്നത്? അദ്ദേഹം റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫസ്റ്റ് ഉള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പം എന്താണ് ഓപ്ഷൻ ബി 2 and 3. ആർട്ടിക്കിൾ 61 എന്ത് പറയുന്നത്? പ്രസിഡന്റിന്റെ റിമൂവലിന്റെ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 61 എന്ത്? പ്രസിഡന്റിന്റെ റിമൂവലിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓൺലി 2 and 3. 57. ഫൈൻഡ് ഔട്ട് ദ ചെയർമാൻ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ. കറണ്ട് അഫയേഴ്സ് ആണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അനി ജോർജ് മാത്യു, അജയ് നാരായണൻ ഝാ, അരവിന്ദ് പനഗരിയ. 1 only, only 2, only 3, only 2 and 3. ഓപ്ഷൻസ് ഡയറക്റ്റ് ആണ്. ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് എന്ത് 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ്റെ പേര് നോക്കുക. റെക്കമെൻഡേഷൻസ് വരികയാണെങ്കിൽ അതും എക്സാമിലേക്ക് നിങ്ങൾ നോക്കേണ്ടതാണ്. 58. Consider the following statement about the UPSC Commission and select the correct options below. The chairman and other members of the UPSC are appointed by the president. Second one, they shall hold office for a term of 6 years or 65 age, whichever is earlier. They can be removed by the president on the advice of Council of Ministers headed by the Prime Minister. The commission shall present the annual report to the President of India. ഏതെല്ലാമാണ് ഓപ്ഷൻ? 2 and 3, 2, 3 and 4, 1, 2 and 3, 1, 2 and 4, all of the above. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എന്താണ്? UPSCയിലെ മെമ്പേഴ്സിന്റെ ചെയർമാൻ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രസിഡന്റ് ആണ്. UPSCയിലെ ചെയർമാന്റെയും ബാക്കി മെമ്പേഴ്സിന്റെയും ടെന്യൂർ എത്രയാണ്? 6 years or 65 years, whichever is earlier. സെക്കൻഡ് വൺ കറക്റ്റ് ആണ്. തേർഡ് വൺ, they can be removed by president on the advice of Council of Ministers headed by the Prime Minister. ഇവിടെ വരെ ഇത് കറക്റ്റാണ്. അവരെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പക്ഷെ ആരുടെ അഡ്വൈസിലല്ല? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസിലല്ല. അവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനോ പ്രൈം മിനിസ്റ്ററിനോ റിമൂവലിൽ റോളില്ല. അവിടെ സുപ്രീം കോടതിയാണ് ആർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക? പ്രസിഡന്റിന് അന്വേഷണ ശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പ്രസിഡന്റാണ് അവിടെ ഡിസിഷൻസ് എടുക്കുക. അവിടെ ആരല്ല? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്റർക്കോ അവിടെ റോളില്ല. ഫോർത്ത് വൺ എന്താണ്?
ദ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ആനുവലി പ്രസിഡന്റിന് സബ്മിറ്റ് ചെയ്യും, വിച്ച് ഈസ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെ കറക്റ്റാണ്? 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 4 കറക്റ്റാണ്. ഓപ്ഷൻ സി 1, 2 and 4. Next question 59. Which of the following is incorrect regarding the election of President of India? ഏതെല്ലാമാണ് incorrect? First one, he is indirectly elected by an electoral college. Second one, the electoral college consists of members of parliament and legislative assemblies of the state. Third one, proportional representation by means of single transferable vote is the method used. Fourth one, Article 56 provides for the uniformity in the scale of representation of the state in the election. Options ഏതൊക്കെയാണ്? 2 and 4, 1, 2 and 3, 1 and 2, all of the above. ഏതെല്ലാമാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഹി ഈസ് ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ്. അതെന്താണ്? കറക്റ്റാണ്. എന്താണ് ഒരു ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്നത്? നമ്മൾ പ്രസിഡന്റ് ആരെയും എലക്ട് ചെയ്യാറില്ല. നമ്മൾ എലക്ട് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനാണ്. അവരാണ് ഇലക്ട്രൽ കോളേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവർ ഇൻഡയറക്ട്ലി നമ്മുടെ പ്രസിഡന്റിനെ എലക്ട് ചെയ്യും. ഇപ്പം തന്നെ ആക്ച്വലി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ഇൻഡയറക്ട്ലി ആയിട്ടില്ല, ബാക്കി ആർട്ടിക്കിൾസോ ബാക്കി കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെയാണോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ elected members of the parliament and elected members of the legislative assembly. എല്ലാ മെമ്പേഴ്സും എന്തല്ല? ഇലക്ട്രൽ കോളേജിൻ്റെ പാർട്ടല്ല. ഇലക്ട്രൽ കോളേജിൻ്റെ പാർട്ട് ആരാണ്? elected members of the legislative assembly and the elected members of the parliament. തേർഡ് വൺ എന്താണ്? proportional representation by means of single transferable method is the method used. കറക്റ്റ് ആണ്. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫർ വോട്ടാണ് എന്ത്? പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 56 പ്രൊവൈഡ്സ് ഫോർ ദ യൂണിഫോമിറ്റി ഇൻ ദ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ഇലക്ഷൻ. അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഏതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? നിങ്ങൾക്ക് ആദ്യത്തെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഉത്തരം കിട്ടും. പക്ഷേ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാ? ഓപ്ഷൻ എ ഓൺലി 2 and 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് with regard to the 52nd Constitutional Amendment of 1985. 52nd Amendment കുറിച്ചാണ് ചോദ്യം. It is related to the anti-defection law. It inserted 10th schedule to the Constitution of India. The question for defection is decided by the presiding officer of the House. Fourth one, an independent member is free to join a political party within 6 months from the date he took his or her office. ഏതെല്ലാമാണ്? 1, 3 and 4, 1, 2 and 3, 2, 3 and 4, all of the above. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? 52nd അമെൻമെന്റ് എന്തിനെ കുറിച്ചുള്ളതാ? ആന്റി ഡിഫെക്ഷൻ ലോനെ കുറിച്ചുള്ളതാണ്. ഇത് ഏത് ഷെഡ്യൂളിലാണ് കൃത്യമായിട്ട് പറയുന്നത്? 10th ഷെഡ്യൂളിൽ തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനി തേർഡ് വൺ എന്താണ്? ഡിഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിസിഷൻ എടുക്കേണ്ടത് ആരാണ്? പ്രിസൈഡിങ് ഓഫീസറാണ്. ആ ഹൗസിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ ആരാണോ അദ്ദേഹമാണ് എന്ത്? ആ ഡിഫെക്ഷനിൽ ഡിസിഷൻ എടുക്കേണ്ടത്. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ആൻ ഇൻഡിപെൻഡൻറ്റ് മെമ്പർ ഈസ് ഫ്രീ ടു ജോയിൻ എ പൊളിറ്റിക്കൽ പാർട്ടി വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഹി ടുക്ക് ഹിസ് ഓഫീസ്. ആക്ച്വലി ഇത് തെറ്റാണ്. ഇൻഡിപെൻഡൻറ്റ് മെമ്പറിനല്ല 6 month ഗ്യാപ്പ് കൊടുക്കുന്നത്. ആർക്കാണ്? നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പറിന് വേണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് മെമ്പർ എപ്പോൾ ജോയിൻ ചെയ്താലും എന്താണ്? ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ആൻസർ വരേണ്ടത് 1, 2 and 3 ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. ഇൻഡിപെൻഡൻറ്റ് മെമ്പർ ഇന്ന് ജോയിൻ ചെയ്താലും എന്താണ്? ഡിസ്ക്വാളിഫൈഡ് ആണ്. ആകെ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പറിന് ഒരു 6 month ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ PSC ഒഫീഷ്യലി കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് D ആണ്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് 1, 2 and 3 ആണ്. 61. Consider the following statement about money bill. Article 110 deals with the money bill. A money bill can be introduced by either of the House of the Parliament. The Speaker decides whether a bill is money bill or not. The Rajya Sabha has to return bill within 14 days with recommendations. Which of the following statement given above is or are correct?
1, 2 and 4, 1, 3 and 4, 3 and 4, all of the above. മണി ബില്ലിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് പഠിക്കണം. ഏത് ആർട്ടിക്കിളിലാണ് മണി ബില്ലിനെ കുറിച്ച് പറയുന്നത്? 110ലാണ് എന്ത് മണി ബില്ലിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി മണി ബിൽ എവിടെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അപ്പം എന്താണ്? തെറ്റാണ്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് only in the ലോകസഭ and not in the രാജ്യസഭ. ഇനി ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ഫൈനലുമാണ്. ഇനി ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രാജ്യസഭയിൽ പോയ ഒരു മണി ബില്ല് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? മാക്സിമം ഒരു 14 days മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? രാജ്യസഭയ്ക്ക് ആ ബില്ല് വിത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ല എങ്കിൽ അത് തിരിച്ചയക്കണം. സോ ഇവിടെ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി, only 1, 3 and 4. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ആകെ എവിടെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ലോകസഭയിൽ മാത്രമേ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Now, 62. Consider the following statement. The right to issue writs for the enforcement is provided under Article 32 and 226 of the Constitution. Under Article 32, Supreme Court can issue writ for the enforcement of fundamental right and for the redressal or injury of any illegality arising out of the ordinary law. Under Article 226, High Courts issue writ only for the enforcement of the fundamental rights. The right under Article 32 can be suspended only on the proclamation of emergency laid down in the Constitution under Article 359. Which of the following statements are incorrect? 2 and 3, 3 and 4, 1 and 4, 1 and 2. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. റിട്ടുകൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 32ൻ്റെയും 226ൻ്റെ അടിയിലാണ് എന്ത്? സുപ്രീം കോടതിയെയും ഹൈക്കോടതിക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പവർ കൊടുത്തിരിക്കുന്നത്. സോ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പവർ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 32ൻ്റെയും 226ൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് വൺ പറയുന്നത് എന്താ? അണ്ടർ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെയും ഓർഡിനറി ലീഗൽ റൈറ്റ്സിനും വേണമെങ്കിൽ റിട്ട് ഇഷ്യൂ ചെയ്യാം. അങ്ങനെയല്ല. ആർക്കാണ് അതിന് അധികാരമുള്ളത്? ഹൈക്കോടതികൾക്കാണ്. ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനും ഓർഡിനറി ലീഗൽ റൈറ്റിനും പറ്റും. സുപ്രീം കോടതിക്ക് എന്തിന് മാത്രമേ പറ്റുള്ളൂ? ഫണ്ടമെന്റൽ റൈറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സെക്കൻഡും തേർഡും എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവർ സ്വാപ്പ് ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ കാര്യം സ്വാപ്പ് ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് എന്തിനു മാത്രമേ പറ്റൂ? ഫണ്ടമെന്റൽ റൈറ്റിന് മാത്രം. ഹൈക്കോടതികൾക്ക് എന്തിനു പറ്റും? ഫണ്ടമെന്റൽ റൈറ്റിനും പറ്റും, ഓർഡിനറി ലോയ്ക്കും പറ്റും. സോ ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 3യുമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ, only 2 and 3 ആർ ഇൻകറക്റ്റ്. അവിടെ 2ഉം 3യും അവർ സ്വാപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ, 2 and 3. Now, 63. Article 20 provides for the protection of conviction of offences in certain aspects like the right against. First one, ex post facto law, double jeopardy, preventive detention, self-incrimination. ഏതൊക്കെയാണ്? 1 and 4, 1, 3 and 4, 1 to 4, all of the above. എന്താണ് ആർട്ടിക്കിൾ 20 പറയുന്നത്? കൺവിക്ഷൻ ഓഫ് ഒഫൻസസിൽ നിങ്ങൾക്ക് 3 റൈറ്റുകളുണ്ട്. എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, നിങ്ങൾ എന്നാണോ ക്രൈം ചെയ്തത് അന്നത്തെ ദിവസത്തെ നിയമത്തിൻ്റെ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്കെതിരെ ശിക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. പഴയ നിയമത്തിനനുസരിച്ചോ പുതിയൊരു നിയമത്തിനനുസരിച്ചോ നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. ഡബിൾ ജിയോപാഡി, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു ക്രൈമിന് ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നോ സെൽഫ് ഇൻക്രിമിനേഷൻ, നിങ്ങളോട് നിങ്ങൾക്കെതിരെ തന്നെ എന്ത് കൊടുക്കാനായിട്ട് പറ്റില്ല? തെളിവ് കൊടുക്കാനായിട്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏതെല്ലാമാണ്? 1, 2 and 4. ഓപ്ഷൻ സി ആണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഏതിൻ്റെ അടിയിലല്ല വരുന്നത്? ആർട്ടിക്കിൾ 20യുടെ അടിയിലല്ല എന്ത് വരുന്നത്? പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. സോ ഓപ്ഷൻ എന്താണ്? 1, 2 and 4. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, നോ ഡബിൾ ജിയോപാഡി ആൻഡ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1, 2 and 4. Now 64. Which of the following are the recommendations of the LM Singhvi committee? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കമ്മിറ്റികൾ ചോദിക്കുമെന്ന്. ഫസ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഫോർ ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒഫീഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി അറ്റ്
all levels of the Panchayat election. Establishment of the Nyay Panchayat, establishment of judicial tribunal in each state. Options: only 1, 2 and 4, only 1, 3 and 4, 2, 3 and 4, only 1, 2 and 3. ഏതാണ് LM സിംഗ്വി കമ്മിറ്റി ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യങ്ങൾ LM സിംഗ്വി കമ്മിറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി ന്യായ് പഞ്ചായത്ത് ആണെങ്കിലോ അതും LM സിംഗ്വി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിലുള്ള. ജുഡീഷ്യൽ ട്രൈബ്യൂണൽസും എന്താണ് LM സിംഗ്വി കമ്മിറ്റിയുടെ അകത്തുള്ള. അപ്പോൾ ഓരോ കമ്മിറ്റിയും അതിൻ്റെ റെക്കമെൻഡേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെയധികം റിക്കറിങ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, only 1, 3 and 4. കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഓഫ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ന്യായ് പഞ്ചായത്ത് ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഇൻ ഈച്ച് സ്റ്റേറ്റ് ഉണ്ട്. നൗ 65th question. Which of the following committee are constituted by the Constituent Assembly to report on various substantive aspects of the Constitution? Union Powers Committee, Drafting Committee, Provisional Constitution Committee, Committee on Negotiations with the State. Options ഏതൊക്കെയാ? 1, 3 and 4, only 2, 3 and 4, 1, 2 and 3, 1, 2, 3 and 4, or all of them. ഇവിടെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സെറ്റ് ചെയ്ത വേരിയസ് കമ്മിറ്റികൾ ഏതാ? നിങ്ങൾക്ക് അതിൻ്റെ ഹെഡോ അതിൻ്റെ ഫങ്ഷൻസോ ഒന്നും അറിയണ്ട. ഏതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സെറ്റ് ചെയ്ത കമ്മിറ്റി? ഈ 4 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സെറ്റ് ചെയ്ത കമ്മിറ്റികളാണ്. യൂണിയൻ പവർ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, കമ്മിറ്റി ഓൺ നെഗോസിയേഷൻ വിത്ത് ദ സ്റ്റേറ്റ്. ഇത് 4 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേരിയസ് കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റീസാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഡി, 1, 2, 3 and 4. 4 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേരിയസ് സബ്സ്റ്റാൻറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കാനും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും വേണ്ടി ക്രിയേറ്റ് ചെയ്ത കമ്മിറ്റികളാണ്. Now the 66th question. Which of the following amendments to the Constitution for the first time made it obligatory for the President to act on the advice of the Council of Ministers? 24, 42nd, 44, 52nd. Direct question ആണ്. എന്താണ്? 42nd amendment ആണ്. 42nd amendment എന്ത് ചെയ്തു? പ്രസിഡന്റിന്റെ ആക്ട് ആര് ബൈൻഡിങ് ആയിരിക്കും? അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ ആർക്ക് ബൈൻഡിങ് ആയിരിക്കും? പ്രസിഡന്റിന് ബൈൻഡിങ് ആയിരിക്കും. ദ പ്രസിഡന്റ് വിൽ ആക്ട് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അദ്ദേഹത്തിന് ആ കാര്യങ്ങളിൽ എന്തില്ല? ഡിസ്ക്രിഷൻസ് ഇല്ല. നൗ ദ 67th question. Which of the following statement about the directive principle of the state policy are incorrect ആണ് ചോദിച്ചിരിക്കുന്നത്? They are borrowed from the Russian constitution. They are incorporated in part 4 of the constitution. They are justifiable in nature. They seek to provide social and economic basis of the democracy. ഏതെല്ലാമാണ് ഇൻകറക്റ്റ്? ഫസ്റ്റ് വൺ, they are borrowed from Russian constitution. അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. സ്പാനിഷ് ആൻഡ് ഐറിഷ് ഇതിൽ നിന്നാണ് എന്ത് നമുക്ക് വരുന്നത്? DPSPയുടെ ഐഡിയ വരുന്നത്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല നമ്മൾ എന്തിരിക്കുന്നത്? DPSP എടുത്തിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ദേ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ പാർട്ട് 4. DPSP എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4ലാണ്. ഇനി ദേ ആർ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ ആണോ? അല്ല. DPSPs ആർ നോട്ട് ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ്? 1ഉം 3ഉം ഇൻകറക്റ്റ്. ഇനി ദേ സീക്സ് ടു പ്രൊവൈഡ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബേസ്. അത് തന്നെയാണ്. നല്ല നാളേക്ക് ഏതെല്ലാം പോളിസികളാണ് നമുക്ക് നടപ്പാക്കാനുള്ളത്, ഏതെല്ലാമാണ് നടപ്പാക്കാൻ കഴിയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. സോ ഏതെല്ലാമാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി 1 and 3 ആണ് എന്ത് അവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. നൗ 68. The need for a separate parliamentary committee on public sector undertaking was first visualized by Ashok Mehta, G.V. Mavlankar, Lenga Sundaram, D. Krishna Menon committee. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ്പ്ലനേഷൻസ് അല്ല. ഓപ്ഷൻ സി ലെങ്ക സുന്ദരമാണ് അത്തരത്തിൽ ഒരു അണ്ടർടേക്കിംഗ് വേണം, അല്ലെങ്കിൽ അത്തരത്തിന് ഒരു സെപ്പറേറ്റ് പാർലമെന്ററി കമ്മിറ്റി വേണം എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തു. നൗ 69. What does the phrase preamble is neither the source of the power to legislate nor a restriction on the legislative power essentially means? 4 സ്റ്റേറ്റ്മെന്റുകളും ഓരോന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. എന്നിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് പോവാം. Law made by the parliament need not be adhered to the principle of the preamble. അതാണോ അവിടെ പറയുന്ന ഐഡിയ? അതായത് പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളൊന്നും പ്രിയാമ്പിളിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് കൂടെ ചേർന്ന് പോകണ്ട.
അങ്ങനെയല്ലല്ലോ പറയുന്നത്. അത് സോഴ്സുമല്ല, എന്നാൽ റെസ്ട്രിക്ഷൻസുമല്ല. അങ്ങനെ ഒരു ഐഡിയ അല്ല അത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണോ, ദ പാർലമെന്റ് കനോട്ട് മേക്ക് ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രിൻസിപ്പിൾ എൻഷൈൻ ഇൻ ദ പ്രിയാമ്പിൾ. അങ്ങനെ ഇല്ലല്ലോ. ചിലപ്പോൾ ഉണ്ടാവേണ്ട വരാം, പക്ഷെ അത് ഏത് രീതിയിലാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഇനി തേർഡ് വൺ എന്താ, ദ പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ പ്രിയാമ്പിൾ വിത്തൗട്ട് ഓൾട്ടറിങ് ദ ബേസിക് സ്ട്രക്ചർ. ഇത് കറക്റ്റാണ്, പക്ഷെ ഇതാണോ ഇവിടെ പറയുന്ന ഐഡിയ? ഇവിടെ പറയുന്നത് പ്രിയാമ്പിൾ സോഴ്സുമല്ല, എന്നാൽ റെസ്ട്രിക്ഷനുമല്ല. ആ ഒരു ഐഡിയ അല്ല ഇവിടെ ഫോർവേഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി എന്താണ്, ദ പ്രിയാമ്പിൾ സെർവ്സ് ആസ് എ ഗൈഡിംഗ് ഫ്രെയിംവർക്ക് ഫോർ ഇന്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊവൈഡ്സ് ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ ഫോർ ദ പാർലമെന്റ് ടു കൺസിഡർ വെൻ എനാക്ടിംഗ് ലോ. ഇതല്ലേ കുറച്ചും കൂടി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഐഡിയ ആയിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്നത്. പ്രിയാമ്പിൾ എന്താണ്, ഒരു ഗൈഡിംഗ് ഫ്രെയിംവർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷന്. ഏത് സമയത്ത് വേണമെങ്കിലും പാർലമെന്റിന് ആ പ്രിയാമ്പിളിനെ റെഫർ ചെയ്യാം. എന്നിട്ടൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിൽ ഐഡിയാസ് ഉൾപ്പെടുത്താനായിട്ട് സഹായിക്കും. സോ ഇത് കുറച്ചും കൂടി ബോർഡറായിട്ട് ചിന്തിക്കുന്നതാണ്. ഇപ്പം നമുക്കിത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷനോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരം കിട്ടാവുന്ന ചോദ്യമല്ല. വായിക്കുക, കുറച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഇതാണ് നമുക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. Now the second question. Which of the following features of the Indian Constitution? Single citizenship, fundamental duty, DPSP, preamble. How many of the above provisions foster the concept of fraternity among the Indian Constitution? Only one, only two, only three, all four. Fraternity എന്താണ്? ഒരു കോമൺ ബ്രദർഹുഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്ന ഒരു ഐഡിയ. എഗെയിൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ബ്രോഡറായിട്ട് ചിന്തിക്കുക. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്രട്ടേണിറ്റിയുടെ ഐഡിയ അല്ല എന്ന് പറയാനായിട്ട് പറ്റുമോ? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്താണ്? ഒരു ഫ്രട്ടേണിറ്റിയുടെ ഐഡിയ ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്തുണ്ട്? ഡെഫിനറ്റ്ലി അവിടെ ഒരു ഫ്രട്ടേണിറ്റിയുടെ ഐഡിയ. DPSPയിൽ എന്തുണ്ട്? ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ ഗവേണൻസ് ഭാവിയിൽ എന്തെല്ലാം ചെയ്യാനായിട്ട് പറ്റും, ഇത് പറയുന്ന എവിടെയാണ്? നമ്മുടെ DPSPയിലാണ്. ഇനി പ്രിയാമ്പിൾ, ഡെഫിനറ്റ്ലി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ ഒറിജിൻ ചെയ്യുന്ന എവിടെ നിന്നാണ്? നമ്മുടെ പ്രിയാമ്പിളിൽ നിന്നാണ്. അപ്പം ഈ 4 കൺസെപ്റ്റുകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ് നമ്മുടെ ഫ്രട്ടേണിറ്റിയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രട്ടേണിറ്റിയുടെ കൺസെപ്റ്റ് അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ഫോർ. ഇതൊന്നും നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നതല്ല. നമ്മളിത് ചിന്തിക്കുക, ഈ ഐഡിയാസിനെ അപ്ലൈ ചെയ്യുക. ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ് ഓപ്ഷൻ എ അയർലാൻഡ്, ബി കാനഡ, സി USA, ഡി സ്വിറ്റ്സർലൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എവിടെ നിന്നാണ് ഈ ഫെഡറേഷൻ്റെ ഐഡിയാസ് എടുത്തിരിക്കുന്നത്? കാനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കാനഡയുടെ ഐഡിയയിൽ നിന്നാണ് എന്ത് ഇന്ത്യൻ ഫെഡറേഷൻ്റെ ഐഡിയ. ഒരു ക്വാസി ഫെഡറൽ ആയിട്ടുള്ള സ്ട്രോങ് സെൻറ്റർ ഉള്ള ഒരു ഐഡിയ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. 72. With reference to the relation between fundamental rights enshrined in the Constitution and Parliament of India, which of the following is correct? ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റുകളും നമ്മുടെ പാർലമെന്റിന്റെ പവറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ? ഫണ്ടമെന്റൽ റൈറ്റ് ആക്ട് ആസ് റെസ്ട്രിക്ഷൻ ഓൺ ദ ലോ മേക്കിംഗ് പവർ ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. Fundamental rights can be amended by the parliament without any restriction. Fundamental rights are always superior to the Constituent Assembly of the Indian Parliament. Fundamental rights grant unlimited legislative power to the Indian Parliament. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് ചെയ്യുന്നത്? പാർലമെന്റിന്റെ ലോ മേക്കിംഗ് പവറിന്റെ മുകളിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ്. പാർലമെന്റിൽ ലോ മേക്കിംഗ് പവർ ഉണ്ട്, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത് എന്ത് ലോ മേക്കിംഗ് നടക്കേണ്ടത്. ആ ലോ മേക്കിംഗ് പവറിന്റെ മുകളിലാണ് എന്ത് ഈ റെസ്ട്രിക്ഷൻസ് വരുന്നത്. സോ ഓപ്ഷൻ എ, ഫണ്ടമെന്റൽ റൈറ്റ് ആക്ട് ആസ് റെസ്ട്രിക്ഷൻ ഓൺ ദ ലോ മേക്കിംഗ് പവർ ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. Now 73. With reference to the enforcement of the fundamental right, the jurisdiction of the Supreme Court is both original and exclusive, original but not exclusive, neither original nor exclusive, not original but appellative. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ എൻഫോഴ്സ്മെന്റിൽ ആർക്കൊക്കെ ഉണ്ട്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉണ്ട്. അപ്പം എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി സുപ്രീം കോടതിയിലേക്ക് പോവാം, ഡയറക്ട്ലി ഹൈക്കോടതിയിലേക്ക് പോവാം. അപ്പം സുപ്രീം കോടതിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ജൂറിസ്ഡിക്ഷൻ എന്താണ്? ഒറിജിനൽ ആണ്. ഫസ്റ്റ് ഐഡിയ കിട്ടി. അപ്പം 2 ഓപ്ഷൻ, ബോത്ത് ഒറിജിനൽ വന്നു. ഇനി രണ്ടാമത് എക്സ്ക്ലൂസീവ് ആണോ? അല്ല. കാരണം എന്താ? വേണമെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിലും പോകാനായിട്ട് പറ്റും. സോ ഫണ്ടമെന്റൽ റൈറ്റ് റിലേറ്റ് ചെയ്യുന്ന ജൂറിസ്ഡിക്ഷൻ ഹൈക്കോടതിക്കുള്ളത് കൊണ്ട് എന്താണ് സുപ്രീം കോടതിയുടെ എക്സ്ക്ലൂസീവ് അല്ല, ഹൈക്കോടതിയുണ്ട്. സോ ദ ആൻസർ ഈസ് ഒറിജിനൽ ആണ്, പക്ഷേ എക്സ്ക്ലൂസീവ് അല്ല.
Now the 74th question. Which of the following are the federal features of the Indian Constitution? Rigid Constitution, bicameral legislature, collective responsibility, office of the Controller and Auditor General. Correct code 192, 1, 2 and 3, 2 and 3, 3 and 4. എന്താണ് ഫെഡറൽ ഫീച്ചർ? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല? ഫെഡറൽ ഫീച്ചേഴ്സിനെ പെട്ടെന്ന് തകർക്കാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഈസ് ദ ഫെഡറൽ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വി ആർ ഹാവിംഗ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്താണ്? ലോകസഭയും രാജ്യസഭയുണ്ട്. രാജ്യസഭ ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്? സ്റ്റേറ്റുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതെന്താണ്? ഒരു ഫെഡറൽ ഫീച്ചറാണ്. ഇനി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഒരു ഫെഡറൽ ഫീച്ചർ ആണോ? അല്ല. ഇനി ഓഫീസ് ഓഫ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇയാൾ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് യൂണിയൻ ഗവൺമെന്റ് ആണ്. അദ്ദേഹം സ്റ്റേറ്റിന്റെ ബില്ലുകളും സ്റ്റേറ്റിന്റെ അക്കൗണ്ട്സും നോക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫെഡറൽ ഫീച്ചർ ആണോ? അതൊരു യൂണിറ്ററി ഫീച്ചറാണ്. സോ ഇവിടെ ഏതാണ് വരുന്നത്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും ബൈക്യാമറൽ ലെജിസ്ലേച്ചറും ആണ് എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. Now the 75th question. With reference to the Council of Ministers in Indian parliamentary system, which of the following has been provided in the Constitution of India? First one, principle of collective responsibility, system of legal responsibility, system of individual responsibility. Which of the following are correct? 1 and 3, 2 and 3, 1 and 2, 1, 2 and 3. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും. ദേ ഐദർ സ്വിം ടുഗെദർ ഓർ സം ടുഗെദർ. എന്താണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഇല്ല. ഏത് രണ്ട് റെസ്പോൺസിബിലിറ്റികളെ നമുക്കുള്ളൂ? ഇൻഡിവിജ്വലായിട്ടും അവർ റെസ്പോൺസിബിൾ ആണ്, കളക്റ്റീവായിട്ടും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ ആണ് പോകണമെങ്കിൽ എന്താണ്? കംപ്ലീറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് താഴെ പോകും. ഇതാണ് എന്ത്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവർ ഇൻഡിവിജ്വലി ആ മിനിസ്ട്രിയോടും ആ സഭയോടും റെസ്പോൺസിബിൾ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 1 and 3 ഓൺലി. 76ാമത്തെ ചോദ്യം. വിച്ച് അമോങ് ദ ഫോളോയിങ് വേർഡ്സ് വാസ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 42nd Amendment? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. എ സോവറിൻ, ബി സോഷ്യലിസ്റ്റ്, സി ഡെമോക്രാറ്റിക്, ഡി റിപ്പബ്ലിക്. എന്താണ്? നമുക്കറിയാം സോഷ്യലിസ്റ്റ്. ഏത് വേർഡ്സ് ഒക്കെയാണ് ആഡ് ചെയ്യപ്പെട്ടത്? സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. 3 വേർഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡയറക്റ്റ് ആയിട്ട് ഒറ്റ ഹിറ്റിൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യമാണ്. Now 77. Who among the following was not a member of the drafting committee of the Indian Constitution? A. B.R. Ambedkar, B. K.M. Munshi, C. Mohammad Sadullah, D. Jawaharlal Nehru. Again ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട്? B.R. അംബേദ്കർ ആയിരുന്നു. അതിൽ ഇല്ലാതിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. അദ്ദേഹം എന്തായിരുന്നില്ല? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ ആയിരുന്നില്ല. ബാക്കി എല്ലാവരും എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരുന്നു. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് B.R. അംബേദ്കർ ആയിരുന്നു. Now 78. How articles dealing with the amendment of the Constitution, Article 368, can be amended? എങ്ങനെയാണ് ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്യുന്നത്? സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, ബൈ സ്പെഷ്യൽ പ്രൊസീജിയർ, ഡി നൺ ഓഫ് ദ അബോവ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻ ബിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല. ഓപ്ഷൻ സി, ബൈ എ സ്പെഷ്യൽ പ്രൊസീജിയർ. എന്താണ്? ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി. ഇറ്റ് ഈസ് ബൈ എ സ്പെഷ്യൽ പ്രൊസീജിയർ ഒക്കറിംഗ് ദ സ്പെഷ്യൽ മെജോറിറ്റി ഇൻ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ 2 ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റി വേണം. അത് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്? നമുക്ക് മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം. അപ്പോൾ എങ്ങനെയാണ് ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്യാനായിട്ട് പറ്റുക? ഇറ്റ് ഈസ് ബൈ എ സ്പെഷ്യൽ പ്രൊസീജിയർ. ആർട്ടിക്കിൾ 368 ക്യാൻ ബി അമെൻഡ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 79. Find out right statement with regard to freedom of press in India. Option A, there is no specific guarantee of freedom of press in the Indian Constitution. Freedom of press is an absolute right. The press is immune from ordinary form of taxation. The press enjoys special privileges under Article 90. എന്താണ്? ഒരു പക്ഷേ നമുക്കൊരു ഇച്ചിരി കൺഫ്യൂസിങ് ആവാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എവിടെയും
പ്രസ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രിവിലേജോ സ്പെസിഫിക് ഗ്യാരണ്ടിയോ ഇല്ല. ആർട്ടിക്കിൾ 19 അകത്തുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് പ്രസ്സുകൾക്ക് വർക്ക് ചെയ്യാം, അതൊക്കെയാണ്. പക്ഷേ ഒരു സ്പെസിഫിക് ഗ്യാരണ്ടി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ദ ആൻസർ ഈസ് ദർ ഇസ് നോ സ്പെസിഫിക് ഗ്യാരണ്ടി. അങ്ങനെ ഒരു സ്പെസിഫിക് ഗ്യാരണ്ടിന് എന്ത് ചെയ്തിട്ടില്ല, ഫ്രീഡം ഓഫ് പ്രസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ആർട്ടിക്കിൾ 19 ഇംപ്ലിസിറ്റ്ലി എന്തുണ്ട്, ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ട്. അത് എക്സ്പ്ലിസിറ്റ്ലി എവിടെയും സ്റ്റേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത്, ഹൗ മെനി ടൈംസ് നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 വാസ് ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ? 1, 2, thrice, 4 times. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടും ത്രൈസ് അല്ലേ. നമ്മൾ 69 പറഞ്ഞു, 62 പറഞ്ഞു, 71 പറഞ്ഞു, 75 പറഞ്ഞു. നമ്മൾ പ്രീവിയസ്ലി അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതെന്താണ് 2024 ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. അവിടെ ഒന്ന് തിരിച്ചിട്ടുണ്ടായി. സെക്കൻഡ് ടൈം എമർജൻസി എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് അവിടെ ചോദിച്ചിരുന്നത്. ഇവിടെ അത് നേരം കൺവേർട്ട് ചെയ്തിട്ട് എത്ര പ്രാവശ്യം എമർജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻസും തീംസും വളരെയധികം റിപ്പീറ്റ് ചെയ്യപ്പെടും. 81. Which one is the right answer regarding the Belvanrai Mehta Committee? Belvanrai Mehta Committeeയുടെ കറക്റ്റ് ആയിട്ടുള്ള റിഗാർഡിങ്സ് എന്താണ്? ഫസ്റ്റ് വൺ, പ്രപ്പോസ് റിസർവേഷൻ ഫോർ SC and ST community, 3-tier system for local governance with the role of political parties, 3-tier system that is village panchayat, panchayat samiti and Jilla Parishad, Nai Panchayat for a dissemination of justice at the local level. ഞാൻ പറഞ്ഞിരുന്നു ഓരോ കമ്മിറ്റിയും പഠിക്കണം, അതിൻ്റെ റെക്കമെൻഡേഷൻസും പഠിക്കണം. അത് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചോദിച്ചിരിക്കുകയാണ്. ബൽവന്ത്രായ് മെഹ്ത കമ്മിറ്റി 3-tier സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ 2 ഓപ്ഷൻസിൽ 3-tier സിസ്റ്റം കൊടുത്തു. ഒരെണ്ണത്തിൽ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇട്ടു, ഒരെണ്ണത്തിൽ 3-tier സിസ്റ്റം മാത്രം ഇട്ടു. ബൽവന്ത്രായ് മെഹ്ത എന്താണ്, 3-tier സിസ്റ്റം മാത്രമാണ് പ്രപ്പോസ് ചെയ്തത്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസിൽ പറഞ്ഞിട്ടില്ല. അത് വേറെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ബൽവന്ത്രായ് മെഹ്ത കമ്മിറ്റി പ്രപ്പോസ്ഡ് എ 3-tier സിസ്റ്റം ഓഫ് ദ വില്ലേജ് പഞ്ചായത്ത്. Now the next question. Consider special officer for linguistic minority. Again, ഇതും ഒരു റിപ്പീറ്റിംഗ് തീം അല്ലേ. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത 2024 ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉണ്ട്. അപ്പോൾ എഗെയിൻ റിപ്പീറ്റിംഗ് തീമുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബിലോ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇറ്റ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഓപ്ഷൻ ഡി റെക്കമെൻഡഡ് ബൈ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഓഫ് 1956. ഒരു പക്ഷേ നമുക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ നമ്മൾ ലക്ഷ്മികാന്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഇൻ 1956. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരു റെക്കമെൻഡേഷൻസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, അത് ഹോം അഫയേഴ്സിൻ്റെ കീഴിലല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയും ആരാണ് ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. Now 83. Select the right answer from given below statements regarding directive principles of the state policy. Right answer ആണ്. This idea was borrowed from the British Constitution. Some ideas are the reflection of Gandhian principle. It's yardstick to measure the performance of the government if it is subjected to amendment and also beyond the judicial review. കറക്റ്റ് കോഡ് ഏതാണെന്നാണ് 1 and 2, 2 and 3, 3 and 4, 2, 3 and 4. ഏതാണ് ഐഡിയ? എവിടെ നിന്നാണ്? ഐറിഷും സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എവിടെ നിന്നല്ല? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല. സെക്കൻഡ് വൺ എന്താ പറയുന്നത്, സം ഐഡിയാസ് ആർ റിഫ്ലക്ഷൻ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. കറക്റ്റ് ആണ്, നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഐഡിയ ഉണ്ട്. ഇപ്പോൾ വില്ലേജിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഹൗസ് ലോട്ടറിൻ്റെ കാര്യങ്ങളായാലും ഇൻടോക്സിക്കേഷൻ്റെ കാര്യങ്ങളായാലും ഇതെല്ലാം എന്താണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ചില ഐഡിയകളിൽ ഗാന്ധിയൻ ഐഡിയാസിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്, വിച്ച് ഈസ് കറക്റ്റ്. തേർഡ് വൺ, ഇറ്റ് ഈസ് എ യാർഡ് സ്റ്റിക് ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെൻറ്. യെസ്, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എത്രത്തോളം DPSPs അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പോളിസി ഫോർമുലേഷനിൽ അവർ DPSP അവരുടെ മൈൻഡിൽ വെക്കുന്നുണ്ടോ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗവൺമെൻറ് പെർഫോമൻസ് അളക്കാനായിട്ട് പറ്റും. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് സബ്ജക്ട് ടു അമെൻമെൻറ്റ് ആൻഡ് ഓൾസോ ബിയോണ്ട് ജുഡീഷ്യൽ റിവ്യൂ. അങ്ങനെയല്ലല്ലോ,
It can be amended, but it is not beyond the judicial review. ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഏതാണ് കറക്റ്റ്? 2 and 3, ഓപ്ഷൻ ബി. ദിസ് ഓപ്ഷൻ ബി 2 and 3. 84. Which one of the following statement is not the right explanation with respect to concurrent list? അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, concurrent list. Again repeating theme ആണ്. It contains the 7th schedule of the constitution. കറക്റ്റ് ആണ്. ഏതിലാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിലാണ് എന്ത്? കൺകറന്റ് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഓപ്ഷൻ സി നോക്കാം. ദ സ്കീം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. യെസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്കീം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി എന്താണ്? സ്റ്റേറ്റ് ലോ ഷാൽ പ്രിവെയിൽ ഇൻ ഫോഴ്സ് ഇഫ് ദർ ഈസ് എനി കോൺഫ്ലിക്ട് വിത്ത് ദ ലോ പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. അതെന്താണ്? അത് തെറ്റാണ്. ഏത് ലോയാണ് അവിടെ പ്രിവെയിൽ ചെയ്യുക? യൂണിയൻ ലോ ആയിരിക്കും അവിടെ പ്രിവെയിൽ ചെയ്യുക ഇഫ് ദർ ഈസ് എനി കോൺഫ്ലിക്ട് വിത്ത് ദ സ്റ്റേറ്റ് ലോ. സ്റ്റേറ്റ് ലോയും യൂണിയൻ ലോയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ലോയ്ക്ക് പകരം ഏത് ലോ ആയിരിക്കും? യൂണിയൻ ലോ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നൗ 85. What was the total strength of the Constituent Assembly in 1946? ഓർക്കണ്ടാണ്, ഇവിടെ ഇയറും തന്നിട്ടുണ്ട്. 389, 292, 289, 299. 1946 ബിഫോർ പാർട്ടീഷനാണ്. ബിഫോർ പാർട്ടീഷൻ എന്താണ്? നമ്മുടെ സ്ട്രെങ്ത് 389 ആണ്. അതിനുശേഷം പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എത്രയായി? 299 മാറി. ഇത് 1947 ശേഷമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 299 പാർട്ടീഷന് ശേഷമാണെങ്കിൽ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ സ്ട്രെങ്ത് എത്രയായിരുന്നു? 289 ആയിരുന്നു. ഇത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യനിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 86. Which one of the following correct chronological order of the cases of the fundamental rights and directive principles? Golaknath versus State of Punjab, Kesavananda Bharati versus State of Kerala, Champakat Dorairajan versus State of Madras, Minerva Mills Limited versus Government of Kerala. എന്തായിരുന്നു? ഫസ്റ്റ് വരുന്നത് ഏതാണ്? Champakat Dorairajan versus State of Madras. സെക്കൻഡ് വൺ Golaknath versus State of Punjab. തേർഡ് വൺ കേശവാനന്ദ ഭാരതി കേസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മിനർവ മിൽസ് കേസ്. അപ്പോൾ ഓർഡർ എങ്ങനെയായിരിക്കും? 3, 1, 2, 4. ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ് ഓരോ കേസുകൾ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ്, കാനോട്ട് ബി അമെൻഡഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ വലുത്? DPSPs ആണോ വലുത്? കേശവാനന്ദ ഭാരതി കേസിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ബേസിക് സ്ട്രക്ചർ മാറ്റാനായിട്ട് പാടില്ല. മിനർവ മിൽസിലേക്ക് എത്തിയപ്പോൾ എന്തായി? ഒരു ബെഡ് റോക്ക് ബാലൻസ് ഉണ്ടാവണം ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPസും തമ്മിൽ. അപ്പം ക്രോണോളജിക്കൽ അറേഞ്ച് ചെയ്യുക മാത്രമല്ല, ഓരോ കേസിലും എന്തായിരുന്നു ഡിസിഷൻ എന്നതുകൂടി നോക്കണം. രണ്ട് ടൈപ്പിലാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ്, കാനോട്ട് ബി അമെൻഡഡ്. സെക്കൻഡ് വൺ എന്താണ്? DPSP ആണോ വലുത്? DPSP ആണോ വലുത്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ വലുത്? അപ്പോൾ ആ രണ്ട് പെർസ്പെക്റ്റീവിലും ഈ കേസുകൾ നോക്കേണ്ടതാണ്. Now 87. Which one of the following statement about Panchayat Raj statement is incorrect? 1/3 of the seats are reserved for women at all levels of the Panchayat Raj system. Panchayat Raj is associated with the 12th schedule of the constitution. It is under the supervision of Grama Sabha that Grama Panchayat work. Rajasthan was the first state to implement the Panchayat Raj system in India. ഇതിൽ ഏതാണ് ഒറ്റ നോട്ടത്തിൽ ഇൻകറക്റ്റ്? ഓപ്ഷൻ ബി. ഇവിടെ എന്താണ്? 12th ഷെഡ്യൂൾ അല്ല, 11th ഷെഡ്യൂളാണെന്ത്. പഞ്ചായത്ത് വരുന്നത് ഏത് ഷെഡ്യൂളിലാണ്? 11th. 12th ഷെഡ്യൂൾ ഏതാണ്? മുനിസിപ്പാലിറ്റീസ് ആണ് ഏത് വരിക? നമ്മുടെ 12th ഷെഡ്യൂൾ വരിക. 11th ഷെഡ്യൂളിൽ നമുക്ക് വരുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ്. Now 88. Which of the following articles of the Indian Constitution states that it shall be the duty of Union to protect every state against external aggression and internal disturbance? Article 325, 354, 353, 355. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം. ആർട്ടിക്കിൾ 355 ആണ്. എന്തിൻ്റെ ഇടയിലാണ് ഇത് പറയുന്നത്? എമർജൻസിയുടെ കീഴിലാണ് ഇത് പറയുന്നത്. നമ്മുടെ നാഷണൽ എമർജൻസി 352, 356 വരെ നമ്മുടെ എന്താണ് നാഷണൽ എമർജൻസിയുടെ 352, 355 വരെ. 356 എന്താണ്? സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂളാണ്. ഇതിൻ്റെ കീഴിലാണ് എന്ത് പറയുന്നത്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? സ്റ്റേറ്റുകളെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്നും ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 355. 89.
The Constituent Assembly was constituted as per the provisions and directions of A. Objective Resolution, B. Cabinet Mission Plan, C. Government of India Act, and D. Government of Indian Independence Act of 1947. ഏതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അല്ലേ? പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് അവിടുന്ന് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരികയും അതിൻ്റെ പ്രപ്പോസൽ പ്രകാരം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുകയും അങ്ങനെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ ഡയറക്ഷൻ്റെ കീഴിലാണ് എന്ത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. അടുത്ത 90. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് രാജ്യസഭ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ. Rajya Sabha is a partially elected body, provides representation to the states, enjoys 6 years term. Vice President is the ex officio chairperson. 2 and 4 are correct. 1, 2 and 4 are correct. 1, 2, 3 are correct. All are correct. എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. രാജ്യസഭ ഈസ് എ പാർഷ്യലി ഇലക്റ്റഡ് ബോഡി. കറക്റ്റ് ആണ്. എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇലക്ഷൻ എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രൊവൈഡ്സ് റെപ്രസെന്റേഷൻ ടു ദ സ്റ്റേറ്റ്. എക്സാക്ട്ലി സ്റ്റേറ്റുകളുടെ ഹൗസാണ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക രാജ്യസഭേനെ. സോ ഇറ്റ് പ്രൊവൈഡ് റെപ്രസെന്റേഷൻ ടു ദ സ്റ്റേറ്റ്. എൻജോയ്സ് എ 6 years term. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയെ കുറിച്ചാണ്. രാജ്യസഭ എന്താണ്? അതൊരു കണ്ടിന്യൂയിങ് ചേംബറാണ്. അതിനൊരു 6 year ടെന്യൂർ ഒന്നുമില്ല. അതിലെ മെമ്പേഴ്സ് ആണ് എന്ത് 1/3 മെമ്പേഴ്സ് എല്ലാ 2 yearsലും പോകും. പക്ഷേ രാജ്യസഭ എന്താണ്? ഒരു കണ്ടിന്യൂയിങ് ടേമാണ്. സോ ഓപ്ഷൻ 3 ഈസ് ഇൻകറക്റ്റ്. ഫോർത്ത് വൺ എന്താ പറയുന്നത്? വൈസ് പ്രസിഡന്റ് ഈസ് ഇറ്റ്സ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അതെ, ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നത് അദ്ദേഹമായിരിക്കും എന്ത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ട് വരിക. സോ 1, 2 and 4 are correct. Option B. Next question. 91. The Constitutional Amendment Act stopped the reservation of seats for Anglo-Indian community in the Lok Sabha and State Assembly. ഏതാണ്? 104th Amendment. നമ്മളിത് എഗെയിൻ പ്രീവിയസ് ഇയർ ആണ്, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അവിടെ എന്തായിരുന്നു? 104th Amendment എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 2 കാര്യങ്ങളാണ് 104th Amendment ചെയ്തത്. എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ സ്റ്റോപ്പ് ചെയ്തു. സെക്കൻഡ് വൺ, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും എന്ത് ചെയ്തു? റിസർവേഷൻ അനദർ 10 yearsലേക്ക് കൂടി കണ്ടിന്യൂ ചെയ്തു. 102 എന്താണ്? 103 എന്താണ്? 101st Amendments എന്താണ്? അതൊന്നും എന്തല്ല, നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. സോ റിസർവേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്? 104th Constitutional Amendment. The members of the GST Council. Next question. The members of the GST Council are: first one, Prime Minister; B, Union Finance Minister; C, Union Minister of State for Finance; 4, Finance Minister of the State or its nominee. All of the above. 1, 2 and 4, 2, 3 and 4, 1, 3 and 4. ആരാണ്? പ്രൈം മിനിസ്റ്റർ എന്തല്ല, GST കൗൺസിലിൻ്റെ ഒരു മെമ്പർ അല്ല. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ യൂണിയനും പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഫിനാൻസും സ്റ്റേറ്റുകളുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും മാത്രമേ എന്തുള്ളൂ? GST കൗൺസിലിൻ്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഉള്ള എല്ലാ ഓപ്ഷനും നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ സി 2, 3 and 4. So members of the GST Council are Union Finance Minister, Union Minister of State for Finance, Finance Minister of the State or its nominee. Prime Minister എന്തല്ല, GST കൗൺസിലിൻ്റെ ഒരു മെമ്പർ അല്ല. 93. The writ issued against a public authority or an officer whose non-performance responsibility cause injuries to someone. Habeas corpus, mandamus, prohibition, certiorari. ഏതാണ് mandamus? ഒരാൾ പബ്ലിക് ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനോ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ തടയാനോ രണ്ടിനു വേണ്ടി യൂസ് ചെയ്യാം. അത്തരത്തിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അയാൾക്കെതിരെ എന്ത് റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും? മാൻഡമസ്. ഡു യുവർ ജോബ്, താങ്കൾക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് നിലവിലാക്കുക. ഹേബിയസ് കോർപ്പസ് എന്താണ്? ബ്രിങ് ദ ബോഡി, പ്രൊഹിബിഷൻ ടു ഫോർബിഡ്, സെർഷറി ടു ബി സർട്ടിഫൈഡ്. അപ്പം മാൻഡമസ് ആണ് എന്ത്? പബ്ലിക് അതോറിറ്റി ഒരു ജോബ് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി ഓർഡർ ഇടുന്നത്. 94. Consider the following statement which are incorrect in connection to the National Commission for the Scheduled Tribe. It was constituted through the 89th Constitutional Amendment of 2003.
The chairman and vice chairman have been conferred the rank of Union Cabinet Minister and Minister of State respectively, empowered to investigate and monitor all matters relating to the safeguard provided for the community. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് അല്ലല്ലോ. ഫസ്റ്റ് വൺ എന്താണ്? 89th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴിയാണ് എന്ത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി ചെയർമാനും വൈസ് ചെയർപേഴ്സണും എന്തുണ്ട്? യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെയും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൻ്റെ റാങ്കിങ്സ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. തേർഡ് വൺ എന്താണ്? അത്തരത്തിൽ ആ കമ്മ്യൂണിറ്റീനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേഷൻസ് നടത്താം. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇൻകറക്റ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. 95. Identify the group of states with 2 Lok Sabha seats each from the following: Tripura, Arunachal Pradesh, Manipur and Goa; Manipur, Goa, Himachal Pradesh and Mizoram; Meghalaya, Tripura, Himachal Pradesh and Sikkim; Mizoram, Nagaland, Manipur and Sikkim. ഇത് ഫാക്ച്വൽ ആയിട്ടുള്ളതാണ്, കിട്ടാൻ കുറച്ച് പാടാണ്. ഓപ്ഷൻ എ ആണ് ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ ആൻഡ് ഗോവ. എല്ലായിടത്തും എത്ര സീറ്റ് വെച്ചേ ഉള്ളൂ? 2 ലോക്സഭാ സീറ്റുകൾ ഈച്ച് വെച്ചുള്ള ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ ആൻഡ് ഗോവ. 96. Which one of the following comes under the meaning of the term state as per Article 12 of the Indian Constitution? First one എന്താണ്? The government and the Parliament of India and the government of the state, government of the legislature of the state, all local authorities under the control of the government of India, all public authority including the public corporation, autonomous institution and educational institution, elected representatives and bureaucrats. നമുക്കിതിൽ ഓരോ ഓപ്ഷൻസിൽ ഏതാണ് അല്ലാത്തതെന്ന് നോക്കാം. ഗവൺമെൻറ് ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്താണ്? ആർട്ടിക്കിൾ 12 കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിൻ്റെ അകത്ത് ഡെഫിനിഷൻ വരുന്നതാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഓൾ ലോക്കൽ അതോറിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതും എന്താണ്? നമ്മുടെ ആർട്ടിക്കിൾ 12 അകത്ത് സ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഡെഫിനേഷനാണ്. തേർഡ് വൺ, ഓൾ പബ്ലിക് അതോറിറ്റീസ് ഇൻക്ലൂഡിങ് ദ പബ്ലിക് കോർപ്പറേഷൻ. അവരും എന്താണ്? ആർട്ടിക്കിൾ 12 അകത്ത് സ്റ്റേറ്റിൽ വരുന്ന. പക്ഷേ എന്തല്ല? ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവർ ഏതെങ്കിലും കാരണവശാൽ സ്റ്റേറ്റിൻ്റെ കീഴിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ ആർട്ടിക്കിൾ 12 അടിയിൽ വരും. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചാണ് അവർ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെങ്കിൽ ആർട്ടിക്കിൾ 12 അടിയിൽ സ്റ്റേറ്റിൽ വരും. പക്ഷേ ഓട്ടോണമസ് ആയതുകൊണ്ട് അവരെന്തല്ല? ആർട്ടിക്കിൾ 12 അടിയിൽ സ്റ്റേറ്റിൽ വരില്ല. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്. അവരും എന്താണ്? ആർട്ടിക്കിൾ 12 അടിയിലെ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1, 2, 3 and 5. 97. The 101st GST Amendment Act of the Constitution 2016 deals with GST ആണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഫസ്റ്റ് വൺ എന്താണ്? GST. സെക്കൻഡ് വൺ, റെസ്ട്രിക്ട് ദ സൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ബൈഫർക്കേഷൻ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, റിസർവേഷൻ ഓഫ് ദ അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ ദ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് 101st അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടുമല്ലേ GST? ഇതെന്തല്ല, ഇത് വേറെ അമെൻമെൻ്റ് ആണ്, ഇതും വേറെ അമെൻമെൻ്റ് ആണ്. ഇത്തരത്തിലല്ല അമെൻമെൻറ്റ് വരുന്നത്. സോ 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്താണ്? GST ആണ്. നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റണം. ഓപ്ഷൻ സി, 1 only. 101st അമെൻമെൻറ്റ് ഈസ് GST. നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു 10 or 15 അമെൻമെൻറ്റ്സ്, മേ ബി 95 to 106 വരെയുള്ള ആ അമെൻമെൻറ്റുകളെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്ത് പഠിക്കാം. Now 98. The function of the cabinet can be summarized as the final determinant of the policy to be submitted in the parliament, the supreme control of the national executive in accordance with the policy prescribed by the parliament, the continuous coordination and limitation of the interest of several departments. Fourth one, maintaining discipline in the parliament. ഇതിൽ ഏതെല്ലാമാണ്? 1 and 2, 1, 2 and 3, 2, 3 and 4, all of the above. ഇതിൽ ഏത് അല്ല ക്യാബിനറ്റിൻ്റെ? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയാണ് പാർലമെൻറ്റിൽ? ആരാണോ പാർലമെൻറ്റിലെ ചെയർപേഴ്സൺ, ലോകസഭയിലെ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിലെ ചെയർപേഴ്സൺ, പ്രിസൈഡിംഗ് ഓഫീസർ ആരാണോ അദ്ദേഹമാണ് എന്ത് ചെയ്യുക? പാർലമെൻറ്റിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. അത് ആരുടെ ഉത്തരവാദിത്തമല്ല? ക്യാബിനറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. Other all three are the can be summarized as the functions of the cabinet. അല്ലെങ്കിൽ ക്യാബിനറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് എന്ത്?
1, 2 and 3. So answer is option B, 1, 2 and 3. 99. Which of the following is not a function of the National Commission for Scheduled Tribe? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. To investigate and monitor matters relating to safeguard provided under the Constitution and other laws, to inquire into specific complaints with respect to deprivation of the rights of the people, prepare and present reports to President annually, participate and towards the planning process and socio-economic development. ഇതിലേത് അല്ല എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. To inquire into specific complaint with respect to deprivation of the rights of the people എന്താണ്? കുറച്ചും കൂടി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിട്ടാണ് അത് അലൈൻ ചെയ്യുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ്റെ ഒരു പ്രൈമറി ഫംഗ്ഷനിൽ എന്ത് വരുന്നില്ല? ഈ സെക്കൻഡ് വൺ വരുന്നില്ല. കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് നൺ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുമ്പോൾ 2ലേക്ക് എത്താൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 2 only. Among the following, one is not correct. Which one? Option A, 324 of the Constitution of India is relating to the Election Commission of India. Members of the Election Commission are appointed by the President of India. Election to the local self-governing institutions are conducted by the Election Commission of India. 25th January is celebrated as the National Voters Day. എന്താണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടും അല്ലേ? നമ്മളിത് പ്രീവിയസ് ഇയറിൽ ഒരുപാട് പറഞ്ഞ പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ? എന്തല്ല? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല. നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല. സോ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻ സി. 101. Which among the following or what is or are constitutional bodies? CAG, Election Commission, National Human Rights Commission, Finance Commission. ഏതല്ല? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ല. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു നിയമം വഴി ഉണ്ടാക്കിയിരിക്കുന്ന ബോഡിയാണ്. അതെന്തല്ല? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. CAG, Election Commission and Finance Commission. So answer is option B, 1, 2 and 4.